ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. இந்த நாளிலே கர்த்தருடைய வார்த்தைக்கு ஆதாரமாக ஒரு வசனத்தை வாசித்து கர்த்தருடைய வசனத்திலே கடந்து போக விரும்புகிறோம். അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തലർ നടപടികളുടേതാണ് പുസ്തകം. 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 2-ാം അധികാരം 21-ാമത്തെ വസനം. ഒരാൾക്ക് മൈക്കിൽ കൂടെ ആ വേദഭാഗം വായിച്ചു കേൾപ്പിക്കാമല്ലോ. ഒരാൾ മൈക്കിൽ കൂടെ அந்த வசனத்தை வாசித்து கேட்கலாம். അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 21-ാമത് വാക്യം. അപ്പോസ്തലർ 2-ാം അധികാരം 21-ാമത് വസനം. அப்பொழுது கர்த்தருடைய நாமத்தை தொழுது கொள்ளுகிற எவனோ അവൻ രക്ഷിക്കപ്പെടുവാൻ என்று ദേവൻ ഉറച്ചിരിக்கிறார். കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്തരുடைய നാമത്തെ തൊഴുതുകൊണ്ട് അവരെ കൂപ്പിടുകിற ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രാർത്ഥന എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ വേദ പുസ്തകത്തിൽ ജപം എന്ന് சொல்லுகிறதான വാർത്തയ്ക്ക് അനേക അർത്ഥങ്ങൾ ചൊല്ലപ്പെട്ടിരിക്കുന്നു. വിളിച്ചപേക്ഷിക്കുക, കൂപ്പിട്ട് ചൊല്ലുക, നിലവിളിക്കുക, കണ്ണീർ വിട്ട് അലറി അളുക, യാചിക്കുക, കേൾക്കുക, സങ്കടം പകരുക, നമ്മുടെ മനവേദനകളെ പകർന്നു കൊള്ളുവത്, കഷ്ടതയെ ബോധിപ്പിക്കുക, നമ്മുടെ കഷ്ടത്തെ ദേവനോടുകൂടെ ബോധിத்து சொல்லுவது, അഭയയാചന കഴിക്കുക, അവരോടുകൂടെ ചേർന്ന് നമ്മുടെ അഭയങ്ങളെ ചൊല്ലി കൂപ്പിടുவது. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വിവിധ വാക്കുകൾ വേദപുസ്തകത്തിൽ പറയുമ്പോ ഇപ്പടി ജപത്തിற்கு പല വാർത്തകളെ വേദപുസ്തകത്തിലെ വാസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോസ്തല നടപടിയുടെ പുസ്തകം 2-ാം അധികാരം 21-ാമത് വസനം சொல்லுகிறது, കർത്തരുടെ നാമത്തെ തൊഴുതുകൊള്ളുന്നവർ എവനോ അവൻ രക്ഷിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ നാമം ദേശത്തിൽ ഉയർത്തപ്പെട്ടത് കർത്താവ് ഒരു ശിശുവായി ജനിച്ചപ്പോൾ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ നാമം இந்த ഉലകത്തിലെ വെളിപ്പെട്ടത് യേശു ക്രിസ്തു കുളന്തയായി ജനിച്ച പോത് മാത്രമല്ല, യേശു ജനിച്ച സമയത്ത് ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു. യേശു ക്രിസ്തു പിറന്ന പോത് അനേക കാര്യങ്ങൾ സംഭവിച്ചത്. ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചു, ഒരു പ്രത്യേകமான ഒരു നക്ഷത്രം തോന്നിനത്, ദൂതന്മാർ പാട്ടുകൾ പാടി, ദൂതர்கள் പാടലുകളെ പാടി, ഇടയന്മാർക്ക് ദൂതന്മാർ പ്രത്യക്ഷരായി, മേയ്പ്പറുകൾക്ക് ദൂതന്മാർ കാഴ്ച അളിത്താர்கள். മാത്രമല്ല വിദ്വാൻമാർ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. അത് മറ്റുമല്ല വിദ്വാൻമാർ കൂടെ കർത്തരുടെ ദർശനത്തെ ജനിച്ച യേശുവിനെ പൊന്ന് മൂരു കുന്തിരിക്കം കാഴ്ചവെക്കുവാൻ അവർ യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നു. ജനിത്തതാണ് പിറന്നതാണ് യേശു ക്രിസ്തുവുക്ക് പൊൻ വെള്ളി തൂപവർക്കം പോன்றവകളെ കർത്തരിടത്തിലേക്ക് കൊണ്ടുവന്നാർ. അത് കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതൻ പിറകെ 12-ാമത് വയതിലെ യേശു ക്രിസ്തു ആലയത്തിലേക്ക് കടന്നു പോകുகிறார். അവിടെ ചെന്നപ്പോൾ മഹാപുരോഹിതന്മാരും അവിടെയുള്ള മത ഉന്നതരായ വ്യക്തികളോട് യേശു സംസാരിക്കുന്നു. അങ്ങേ ആലയത്തിൽ ചെന്നപോത് ആലയത്തിലുള്ള പ്രധാന നബറുകളോടുകൂടെ കർത്തർ പേസുகிறார். യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും തേടി വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനുള്ളതിലിരിക്കേണ്ടതല്ലയോ? യേശു ക്രിസ്തുവിന്റെ തായ് യേശു ക്രിസ്തുവിനെ തേടി പോന പോത് അവർ சொன்னார்கள், நான் പിതാവിനോട് കൂടെ ഇരിക്ക വേണ്ടിയ നബർ താനേ. അത് കഴിഞ്ഞതിന് ശേഷം 30-ാമത്തെ വയസ്സിൽ യേശു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ. അതൻ പിറകു യേശു ക്രിസ്തു യോർദാൻ നദിയിലെ യോവാൻ സ്നാപകനാൽ ജ്ഞാനസ്നാനത്തെ. ഈ സമയം വരെ യേശുവിന്റെ നാമം ആരും വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. இந்த வேளையில் போதும் இயேசு கிறிஸ்துவின் நாமத்தை சொல்லி யாரும் கூப்பிட்டு ஜெபிக்கவில்லை. യേശു സ്നാനമേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നാമതായി കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. യേശു ക്രിസ്തു സ്നാനം പെറ്റ് കരയേറിനതിന് പിറകു കാനാവൂർ കല്യാണ വീട്ടിലെ പച്ച തണ്ണീரை അതിനുശേഷം അനേക അത്ഭുതങ്ങളെ യേശു ചെയ്യുവാനിടയായി. അതിന് പിറകു അനേക അത്ഭുതങ്ങളെ യേശു ചെയ്തു. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു മരിച്ചു പോനവനെ ഉയരോടെ എളുപ്പിനാർ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി തീർത്തു. കുഷ്ഠരോഗിയെ യേശു സുഖപ്പെടുത്തിനാർ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുവാനിടയായി. ഇന്നും അനേക അത്ഭുതമായ കാര്യങ്ങളെ ദേവൻ ചെയ്താർ. അതിനുശേഷം യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, അതിന് പിറകു യേശു ക്രിസ്തു മനുഷ്യനുடைய പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. കൽവാരിയിൽ നമുക്ക് വേണ്ടി ഓർക്കപ്പെട്ട 49-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 49-ാം സങ്കീർത്തനത്തിൽ ഇപ്പടി വാസിக்கிறோம், സഹോദരൻ ശവക്കുടി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, സഹോദരനുடைய കല്ലറை കാണാതെപടി എന്നും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും സാധ്യമല്ല. അവനെ വീണ്ടെടുക്കുമ്പടി ഒരു മനുഷ്യനുക്കും
முடியாத காரியம். എന്നാൽ ആ സമയത്ത് യേശു ക്രിസ്തു മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിൽ அந்த തകർക്കപ്പെടുവാനിടയായി. வேளையிலே இயேசு கிறிஸ்து மனிதனுடைய மீட்கும்படியாக கல்வாரியில் சிலுவையில் நமக்கு வேண்டி அறையப்பட்டார். മരണം മാത്രമല്ല, അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. மரணம் மாத்திரமல்ல, இயேசு கிறிஸ்து கல்லறையில் இருந்து உயிரோடு எழுந்தார். ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കണം. உயிர்த்தெழுந்த இயேசு கிறிஸ்து எல்லா மற்ற சீசர்களோடு சொன்னார், சகல ஜாதிகளுக்கும் சுவிசேஷத்தை ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണം, பூமியின் எல்லா பாகங்களிலும் போக வேண்டும், രോഗികളെ സൗഖ്യമാക്കണം, வியாதியஸ்தரை குணப்படுத்த ഭൂതങ്ങളെ പുറത്താക്കണം, பிசாசுகளை துரத்த வேண்டும், അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം, அற்புதங்களை செய்ய வேண்டும், സുവിശേഷം പ്രസംഗിക്കണം. சுவிசேஷத்தை பிரசங்கிக்க வேண்டும். ഇത് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനയായിരുന്നു. இது கர்த்தாவை இயேசு கிறிஸ்து சீசர்களுக்கு கொடுத்ததான கற்பனை. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു. இயேசு கிறிஸ்து உயிர்த்தெழுந்த பிறகு பரலோகத்துக்கு எழுந்தருளி போனார். പെന്തക്കോസ്ത് നാൾ വരെ ശിഷ്യന്മാർ യെരുശലേമിൽ കാത്തിരുന്നു. பெந்தேகோஸ்தே நாள் வரையிலும் சீசர்கள் எருசலேமில் காத்திருந்தார்கள். കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. காத்திருந்தவருடைய மேல் பரிசுத்த ஆவியானவர் இறங்கி യോവേൽ வந்தார். പ്രവാചകൻ പറഞ്ഞതുപോലുള്ള പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നു. யோவேல் தீர்க்கதரிசி சொன்னது போல பரிசுத்த ஆவியானவர் அந்த நாளிலே இறங்கி வந்தார். 120 പേര് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. 120 பேர் ஒருமித்து கர்த்தரை துதிக்க അതൊരു ஆரம்பித்தார்கள். വലിയ മുഴക്കമായി വെളിപ്പെട്ടു. அது பலத்த இடி முழக்கம் போன்ற சப்தமாய் യെരുശലേമിൽ കൂടി വന്ന ജനം സെഖിയോൻ മാളികമുറിയിലേക്ക് കടന്നു വന്നു. எருசலேமில் கூடி வந்த ஜனம் சீயோன் மாளிகையில் கூடி வந்தார்கள். പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. பலரும் பலவிதமான அபிப்பிராயங்களை சொன்னார்கள். എന്നാൽ ജനത്തിന്റെ മധ്യത്തിൽ പത്രോസ് 11 എഴുന്നേറ്റ് നിന്നു. அந்த வேளையிலே பத்ரோஸ் 11 கூட எழும்பி நின்றான். യേശു ക്രിസ്തുവിനെ കുറിച്ച് വന്ന ജനത്തോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. இயேசு கிறிஸ்துவை குறித்து பேதுரு பிரசங்கிக்க தொடங்கினார். അവരോട് പത്രോസ് പ്രസംഗിച്ച പ്രസംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. அவர்களோடு கூட பேதுரு பிரசங்கித்ததான வசனத்தையாக இப்போ நாம் வாசித்து കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. கர்த்தருடைய நாமத்தை தொழுது கொள்ளுகிற எவனும் ரட்சிக்கப்படுவான். യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് രാത്രി ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ இயேசு கிறிஸ்துவினுடைய நாமத்தை இந்த ராத்திரி வேளையிலே யார் கூப்பிடுவார்களோ അവരെല്ലാവരും രക്ഷ പ്രാപിക്കുവാനിടയായി. எல்லாரும் ரட்சிக்கப்படுவார்கள். നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് நாம் கர்த்தருடைய வசனத்தில் கடந்து போவதற்கு முன்பதாக ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു അത്ഭുതം ചെയ്യുന്നു. യേശു ക്രിസ്തുവോട് കൂടെ ജപിക്കുന്ന ഏത് നബർക്കും കർത്തർ അത്ഭുതങ്ങളെ ചെയ്യുവാൻ. ഇന്ന് രാത്രി നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. இந்த ராத்திரி வேளையிலே நாம் ஒரு நிமிடம் கர்த்தருடைய എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. எல்லாரும் കണ്ണുകളെ അടയ്പ്പோம். യേശുവിന്റെ നാമം ആര് വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തെ യാർ ചൊല്ലി കൂപ്പിടുവാൻ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവശക്തി ഓരോ ഭവനങ്ങളിലേക്കും ഇറങ്ങി വരും. இந்த ராத்திரி வேளையிலே கர்த்தருடைய வசனத்தை நீங்கள் கேட்டுக்கொண்டிருக்கும் போதுதானே கர்த்தருடைய வல்லமை உங்களுடைய வீடுகளிலே இறங்கி வரும். വചനത്തിന്റെ ശക്തി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കും. வசனத்தினுடைய வல்லமை உங்களை தொட்டுകൊണ്ടിരിക്കും. വചനം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. கர்த்தருடைய வசனம் உங்களை விடுதலையாக்கும். വചനം നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും. கர்த்தருடைய வசனம் உங்களை உயர்த்தும். യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തെ കൂപ്പിടുகிறவர் മേൽ അവരുടെ കണ്ണീരുകൾ തുടയ്ക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ രോഗങ്ങൾ സൗഖ്യമായി കൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തെ കൂപ്പിടുகிறവരുടെ വേദനകൾ മാറിപ്പോകും. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വായി തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നീ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് താനേ കർത്തരെ തുതി. എല്ലാവരും വായി തുറന്ന് യേശുവേ എന്ന് പറഞ്ഞാട്ട്. എല്ലാവരും സത്തത്തെ ഉയർത്തി യേശുവേ. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാട്ട്. എല്ലാവരും സത്തത്തെ ഉയർത്തി യേശുവേ 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 യേശുവേ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. നാമത്തെ കൂപ്പിടുക. യേശു എന്ന നാമം പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിൻ നാമത്തെ ചൊല്ലി യേശു എന്ന നാമം പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിൻ നാമത്തെ അത്ഭുതങ്ങൾ ഇപ്പോൾ വ്യക്തികളിൽ സംഭവിച്ചു തുടങ്ങട്ടെ. ഉങ്ങൾ മേൽ ഇപ്പോഴേ ആ കർത്തരുടെ അത്ഭുതം തുടങ്ങുവதாக. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തികളിൽ ആരംഭിച്ചു തുടങ്ങട്ടെ. കർത്തരുടെ വല്ലമൈ ഇപ്പോൾ താനേ ഉങ്ങൾ മേൽ ഇറങ്ങി വരുகிறது. നിരാശകൾ മാറ്റപ്പെടട്ടെ. വേദനകൾ മാറ്റപ്പെടുகிறது. ഭയങ്ങൾ മാറ്റപ്പെടട്ടെ. ഭയങ്ങൾ മാറ്റപ്പെടുகிறது. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വ്യാധികൾ മാറുகிறது. പാപികൾ തങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. പാപികൾ இந்த രാത്രി വേളയിലെ ജനം മനം തിരിയട്ടെ. ജനം മനം തിരുമ്പുവാൻ. ജനം മനം തിരിയട്ടെ. ജനം മനം തിരുമ്പുവാൻ. മദ്യപാനങ്ങൾ ഉപേക്ഷിക്കട്ടെ. മദ്യപാനങ്ങൾ ഉപേക്ഷിക്കട്ടെ. മദ്യപാനങ്ങൾ
ഉപേക്ഷിക്കപ്പെടും. ലഹരിയിൽ നിന്ന് വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. മദ്യപാനത്തിലിരുന്ന് ജനങ്ങൾ വിടുതலை பெறுவார்கள். യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ இந்த രാത്രി വേളയിൽ മദ്യപാനത്തിലിരുന്ന് വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിടുതലുകൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. ഭവനത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ശോഭാ സെറ്റികളിൽ നിന്ന് ഹല്ലേലൂയ വിടുതലോടെ ജനം എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇരിക്കുന്ന കസേരകളിൽ നിന്നവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഭവനത്തിനകത്തവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. തകർച്ചകൾ മാറ്റപ്പെടട്ടെ. കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടട്ടെ. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് സമാധാനം ഇറങ്ങി വരട്ടെ. വ്യക്തികളിൽ സമാധാനം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് സഖിയോൻ മാളിക മുറിയിൽ ഇറങ്ങി വന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ദേശത്തിന്റെ മധ്യത്തിൽ വ്യാപരിക്കുമാറാകട്ടെ. ഓ, തകർച്ചകൾ മാറ്റപ്പെടട്ടെ, തകർച്ചകൾ മാറ്റപ്പെടട്ടെ. സുവിശേഷീകരണത്തിന്റെ തടസ്സങ്ങൾ മാറ്റപ്പെടട്ടെ. സുവിശേഷീകരണത്തിന്റെ തടസ്സങ്ങൾ മാറ്റപ്പെടട്ടെ. കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ അസമാധാനങ്ങൾ മാറ്റപ്പെടട്ടെ. ആത്മാവ് വ്യക്തികളെ തൊടുന്നതിനാൽ, ആത്മാവ് വ്യക്തികളെ തൊടുന്നതിനാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളിലും ആ ദൈവിക വിടുതലുകളെ ഇന്ന് രാത്രി ദൈവം പകരുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. വിളിച്ചപേക്ഷിച്ച് യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശു വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സഭാ ഹാളിനകത്ത് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുകയാണ്. ഭവനങ്ങളിൽ യേശു അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ആദിമ നൂറ്റാണ്ടിലെ വിടുതലുകളെ ഇന്ന് രാത്രി ദൈവം അയക്കുന്നതിനായി സ്തോത്രം. ആദിമ നൂറ്റാണ്ടിലെ വിടുതലുകളെ ഇന്ന് രാത്രി ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ 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 ആമേൻ. ആരൊക്കെയാ വിടുതൽ അനുഭവിക്കുന്നത്? ഇന്ന് രാത്രി ആരൊക്കെയാണ് വിടുതൽ അനുഭവിക്കുന്നത്? ഏതൊക്കെ ഭവനങ്ങളിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്? ഏതൊക്കെ കുടുംബങ്ങളുടെ ബന്ധനങ്ങളാണ് അഴിയുന്നത്? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. உமது செயல்களெல்லாம் அதிசயமானவைகள். உமது செயல்களெல்லாம் அதிசயமானவைகள். உமது வழிகளெல்லாம் சத்தியமானவைகள். உமது வழிகளெல்லாம் சத்தியமானவைகள். உம்மை ஆராதிக்கின்றோ, ஆர்ப்பரிக்கின்றோ, அன்பு செய்கின்றோ. உம்மை ஆராதிக்கின்றோ, ആർപ്പരിക്കിன்றോ, അൻപ്. വായി തുറന്നെല്ലാവരും ചേർന്ന് പറഞ്ഞാണ്ട് പിതാവേ ആരാധിക്കിன்றോ,
യേശുവേ ആർപ്പരിക്കും ഒരിക്കൽ കൂടെ പിതാവേ. ആ വീട്ടിനകത്തിരുന്നു കൊണ്ട് ശബ്ദമുയർത്തി പറ യേശുവേ യേശുവേ ആർപ്പരിക്കുന്നു ആവിയാനവരെ അൻപ് ചെയ്യുന്നു അൻപ് ചെയ്യുന്നു എല്ലാ വിടുതലുകൾക്കായി എല്ലാ അത്ഭുതങ്ങൾക്കായി എല്ലാവിധമായ അത്ഭുതങ്ങൾക്കായി എല്ലാ ഉയർച്ചകൾക്കായി എല്ലാ നന്മകൾക്കായി എല്ലാവിധ നന്മകൾക്കായി എല്ലാ അനുഗ്രഹങ്ങൾക്കായി എല്ലാ ആശീർവാദങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ 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 ആമേൻ. കർത്താവിന്റെ നാമം ആര് വിളിച്ചപേക്ഷിക്കുന്നു അവർ രക്ഷ പ്രാപിക്കും. കർത്തരുടെ നാമത്തെ யார் கூப்பிடுவார்களோ ഇന്ന് രാത്രി മുതൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. இந்த ராத்திரி வேளையிலே இயேசு கிறிஸ்துவின் நாமத்தை சொல்லி ஜெபிக்க தொடங்குகிறோம். കർത്താവിന്റെ നാമം ഇന്ന് രാത്രി മുതൽ നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്തരുടെ നാമത്തെ இந்த ராத்திரி வேளையிலே ഉയർത്തി ജപിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ മധ്യയിൽ ഉണ്ടാകുന്നതാന 4 വിധமான കാര്യങ്ങളെ കുറിച്ച് ചൊല്ലി അവസാനിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. മുടിക്കാൻ വിരുമ്പുகிறேன். ഹല്ലേലൂയ ഹല്ലേലൂയ. 56-ാമത്തെ സങ്കീർത്തനം 56-ാമത്തെ സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. സംഗീതം 56-ന്റെ 9. 56-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. நான் உம்மை நோக்கி கூப்பிடும் நாளில் என் சத்துருக்கள் பின்னிட்டு திரும்புவார்கள். தேவன் என் பட்சத்தில் இருக்கிறார் என்பதை அறிவேன். ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. நான் உம்மை நோக்கி கூப்பிடும் நாளில் தானே சத்துருக்கள் பின்னிட்டு திரும்புவார்கள். ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ முதலாவது கர்த்தருடைய வசனம் சொல்லுகிறது, கர்த்தருடைய நாமத்தை கூப்பிடும்போது ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്തരോട് കൂടെ ജപിക്കുമ്പോൾ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകുവാനിടയാകുന്നു. ശത്രുക്കൾ പിന്നിട്ട് തിരുമ്പി പോവാர்கள். ശത്രുവിന് അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. ശത്രുവോട് കൂടെ നാം എതിർത്ത് നിൽക്കാൻ முடியாது. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ யார் ജപിக்கிறார்களோ അവരുടെ മുമ്പിൽ ശത്രു നിൽക്കുകയില്ല. അവരുടെ മുൻപാതാക ശത്രു നിൽക്കാൻ முடியாது. നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ യേശുവിൻ മുഖത്തെ പാർത്ത് ജപിപ്പീர்கள் என்று சொன்னால் നിങ്ങളുടെ ശത്രു നിങ്ങളെ വിട്ട് ഓടി ഒളിക്കുവാനിടയായിത്തീരും. உங்களுடைய சத்துருக்கள் உங்களை விட்டு ஓடி போவார்கள். ആരാണ് നിങ്ങളുടെ ശത്രു? யார் உன்னுடைய சத்துரு? നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, நீங்கள் அனுபவிக்கிறதான வியாதிகள், നിങ്ങൾ ചുമക്കുന്ന പാപങ്ങൾ, நீங்கள் சுமந்து கொண்டிருக்கிறதான பாவங்கள், നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ, നിങ്ങൾ അനുഭവിத்துக் கொண்டிருக்கிறதான നന്മകളുடைய കഷ്ടതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക മേഖലകളും യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തകർക്കപ്പെടുവാനിടയാകും. உங்களுடைய வாழ்க்கையிலே கர்த்தர் கொண்டுடைய ஆசீர்வாதங்களை தடை செய்கிற பிசாசானவன் இயேசுவின் நாமத்தை சொல்லி நீங்கள் கூப்பிடும்போது அவன் தகர்ந்து போவான். നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി ലഭിക്കുകയല്ല, നാം ജപിക്കുമ്പോൾ നമ്മുടെ ജപത്തിற்கு மட்டுமല്ല பதில் கிடைக்கிறது. നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റിലും ഉള്ളവர்கள் മധ്യയിലും കർത്തർ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിപ്പാർ. ഇന്ന് രാത്രി ഇവിടെ വചനം പറയുമ്പോൾ ഇന്ന് രാത്രി വേളയിലെ ഇங்கே വചനം ചിലർ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ ഉള്ളിൽ ഇരുന്ന് ജപിക്ക ആയത്തമായി. ഇതിനകത്ത് പൈശാചിക ശക്തിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. இந்த இடத்திலே பிசாசின் வல்லமைக்கு நிற்க முடியாது. നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്ത് പിശാചിന് നിൽക്കുവാൻ കഴിയുകയില്ല. நீங்கள் இருக்கிறதான வீட்டிலே பிசாசிற்கு நிற்க முடியாது. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുമ്പോൾ, ഉയർത്തെഴുന്ന കർത്തരുടെ വല്ലമൈ ഉங்கள் വീടുകളിലെ വെളിപ്പെടുമ്പോൾ എല്ലാ തിന്മകളും നിങ്ങളെ വിട്ട് മാറിപ്പോകുവാനിടയായി. எல்லாவிதமான தீமைகளும் உங்கள் வீட்டை விட்டு மாறி
മാറിപ്പോകും. നമ്മുടെ ചുറ്റുപാടുകളിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ അക്കം പക്കത്തിലെല്ലാം വേറെ ചില കാര്യങ്ങൾ സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? എന്നെ സംഭവിക്കും. ഈ സാഹചര്യം നമുക്കറിയാം. 56-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത്, 56-ാമത്തെ സംഗീതം ദാവീദ് എഴുതുമ്പോൾ ഫെലിസ്ത്യരാൽ പിടിക്കപ്പെട്ട ആഗീശ് രാജാവിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ, ഫെലിസ്ത്യരാൽ പിടിക്കപ്പെട്ട് രാജാവിന്റെ മുൻപ് നിൽക്കുമ്പോൾ ആഗീശ് രാജാവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. രാജാവിന്റെ മുൻപിൽ നിന്ന് രക്ഷിക്കപ്പെടുവதற்கு முடியாத കാര്യമായിരുന്നത്. ജനം മുഴുവനും വിളിച്ചു പറഞ്ഞു, ഇവൻ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു പാടിയ ദേശത്തിലെ രാജാവല്ലയോ ദാവീദ് എന്നവർ പറയുവാൻ തുടങ്ങി. ദേശത്തിൽ ജനങ്ങൾ சொன்னார்கள், சவுல் கொன்றது 1000, ദാവീദ് 10,000. தாவீது கொன்றது 10,000 கொண்டான் அல்லவோ என்று சொல்லி ஜனங்கள் சொல்ல தொடங்கினார்கள். ഇത് കേട്ടപ്പോൾ ദാവീദ് ഭയപ്പെടുവാൻ തുടങ്ങി. இதை கேட்டபோது தாவீது பயப்படுவான். ശത്രുവിന്റെ പാളയത്തിനകത്ത് ദാവീദ് എത്തപ്പെട്ടു. சத்துருவினுடைய பாளையத்திலே தாவீது சேர்க்கப்பட்டான். അവിടെ നിന്ന് ദാവീദിന് രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ല. அந்த இடத்திலிருந்து அவனுக்கு விடுதலை பெறுவதற்கு ഈ സമയത്ത് ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. அந்த வேளையிலே நெருக்கத்தின் மத்தியில் இருந்து கொண்டு தாவீது கர்த்தரை நோக்கி 18-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 18 சங்கீதம் 18:7 വാസിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ ഭൃത്യനായ ദാവീദ് அந்த இடத்திலே தாவீது ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്. அந்த இடத்திலே தாவீது ஜெபிக்கிறது இப்படியாக. അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. அவன் ஜெபிக்க தொடங்கினான். 1-ാമത്തെ വാക്യത്തിൽ, എന്റെ ദൈവമായ യഹോവേ, என்னுடைய தேவனாகிய கர்த்தாவே, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, நான் உம்மை சிநேகிக்கிறேன், എന്റെ രക്ഷയും ശൈലവും അങ്ങാണ്, என்னுடைய രക്ഷയും കോട്ടയും നീ മാത്രം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ என்று சொல்லி ஜெபிக்க தொடங்கின போது അവിടെ ചില വിടുതലുകൾ വെളിപ്പെടുവാൻ அந்த തുടങ്ങി. இடத்திலே சில விடுதலைகள் தொடங்கி. ഇപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് തന്റെ ശാരീരിക വിടുതലിന് വേണ്ടിയാണ്. இப்போது தாவீது ஜெபிக்க தொடங்கினது அவருடைய சரீரத்தின் விடுதலைக்கு, തന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി, தன்னுடைய வியாதியில் இருந்து விடுதலை பெற வேண்டும். തനിക്ക് ഇപ്പോൾ ഒരു വിടുതൽ വേണമെന്നാ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. தனக்கு இப்போது ஒரு விடுதலை வேண்டும் என்று சொல்லித்தான் தாவீது ஜெபிக்க എന്നാൽ வேண்டும். 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ஆனால் 7வது வசனத்திலே நாம் வாசிக்கிறோம், ഭൂമി ഞെട്ടി വിറച്ചു, பூமி விறைத்தது, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, மலைகள் அப்பொழுது பூமி அசைந்து அதிர்ந்தது, അവൻ കോപിച്ചിരിക്കുകയാൽ അവൾ കുലുങ്ങിപ്പോകുവാനിടയായി. அவன் கோபம் கொண்டபடியால் பர்வதங்கள் அஸ்திபாரங்கள் குலுங்கி அசைந்தது. 6-ാമത്തെ വാക്യത്തിൽ, എന്റെ കഷ്ടതയും ഞാൻ യഹോവയോട് നിലവിളിച്ചു. 6வது வசனம் சொல்லுகிறது, நான் நெருக்கத்தில் கர்த்தரை நோக்கி கூப்பிட்டேன். തന്റെ രോഗത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. என்னுடைய வியாதியில் நான் கர்த்தரோடு ஜெபித்தேன். പ്രാർത്ഥിച്ചപ്പോൾ രോഗസൗഖ്യമല്ല അവിടെ വെളിപ്പെട്ടത്. ஜெபித்த போது வியாதியில் இருந்து அல்ல விடுதலை கிடைத்தது. അവിടെ ഭൂമി വിറയ്ക്കുവാൻ വേണ്ടി തുടങ്ങി. அப்போது பூமி அசைவன்படி தொடங்கினது. എന്തുകൊണ്ട് ഭൂമി വിറയ്ക്കുവാൻ തുടങ്ങി? ஏன் பூமி அசைய தொடங்கினது? ആ ഭൂമിക്ക് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. அந்த பூமிக்கு அங்கே நிற்க முடியவில்லை. തന്റെ ഭക്തൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോ தன்னுடைய பக்தன் ஜெபிக்க தொடங்கின போது ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. கர்த்தருடைய வல்லமை அங்கே இறங்கி வந்தது. ആ മനുഷ്യനെ ബലഹീനപ്പെടുത്തുന്ന സാത്താന്യ വ്യാപാരങ്ങളുടെ സിംഹാസനങ്ങളെ, அவனை பலகீனப்படுத்தின பிசாசினுடைய வல்லமைகளை സ്വർഗ്ഗത്തിലെ ദൈവം തകർക്കുവാൻ തുടങ്ങി. கர்த்தர் அந்த இடத்திலே அதை தகர்த்து போடும்படி விரும்பினார். പൈശാചിക ഇരിപ്പിടങ്ങൾ കുലുങ്ങി മറിയുവാൻ വേണ്ടി തുടങ്ങി. பிசாசின் இருப்பிடங்கள் அதிர்ந்து அசையும்படி தொடங்கினது. യേശു കർത്താവ് പ്രാണനെ വിടുമ്പോൾ, இயேசு கிறிஸ்து ஜீவனை விடும்போது പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, தேவனோடு கூட இப்படி சொன்னார், എന്റെ പ്രാണനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. என்னுடைய ஆவியை உம்முடைய கரத்திலே ஒப்புக் கொடுக்கிறேன். പ്രാർത്ഥിക്കുന്ന സമയത്ത് ஜெபிக்கும் போது യേശു കർത്താവ് തന്റെ ആത്മാവിനെ വെച്ചു കൊടുക്കുമ്പോൾ இயேசு கிறிஸ்து தன்னுடைய ஆவியை ஒப்புக் கொடுக்கும் போது ഭൂമി കുലുങ്ങി, பூமி அசைந்தது, പർവ്വതങ്ങൾ കുലുങ്ങി, பர்வதங்கள் அசைந்தது, പാറകൾ പിളർന്നു, பாறைகள் பிளர்ந்து, മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുവാനിടയായി. மரித்து பரிசுத்தவான்களுடைய கல்லறைகள் துறக்கப்பட்டது. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഇറങ്ങുന്നുവോ, கர்த்தருடைய வல்லமை எங்கே இறங்குமோ അവിടെ പൈശാചിക ശക്തികൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. அங்கே பிசாசின் வல்லமைகளுக்கு நிற்க முடியாது. അവന്റെ ഇരിപ്പിടങ്ങൾ തകർക്കപ്പെടുവാനിടയായി. அவன் இருக்கிறதான இடம் அசைய தொடங்கும். ഇന്ന് രാത്രി നീ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, இந்த ராத்திரி வேளையிலே நீ உன்னுடைய வியாதிக்கு வேண்டி விடுதலைக்காக ஜெபிக்க விரும்பினாய், കർത്താവേ എനിക്കൊരു സൗഖ്യം നൽകണമെന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, கர்த்தாவே எனக்கு ஒரு விடுதலை தர வேண்டுமே என்று சொல்லி இயேசுவின் நாமத்தில் நீ கூப்பிட்டால், നിന്നെ സൗഖ്യമാക്കിയ ശേഷം വീണ്ടും നിന്റെ തകർന്ന അനുഭവങ്ങളിലേക്ക് അയക്കുകയില്ല.
இயேசு கிறிஸ்து உன்னை குணப்படுத்தினது பிறகு உன்னை தளர்ந்து போன அனுபவங்களுக்கு விட மாட்டார். നിന്റെ ഭവനത്തിൽ അവൻ ഒരു വിശുദ്ധീകരണം നടത്തുവാനിടയാകും. உன்னுடைய வீட்டிலேயும் ஒரு பரிசுத்தத்தை கொண்டு வர விரும்புகிறார். നിന്റെ ഭവനത്തിനകത്ത് പിന്നെ പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലകളിൽ ദൈവപ്രവൃത്തി അവിടെ உன்னுடைய വെളിപ്പെടും. வீட்டின் உள்ளே பிசாசுக்கு பின்னீடு தொலைவிலங்க முடியாது. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചറിയും. பரிசுத்த ஆவியில் நிறைந்து ஜெபிக்கிற ஒரு மனிதன் தொடர்பு கொள்வான். അവൻ തിരിച്ചറിയുന്നത് പൈശാചിക ശക്തികൾ തകർന്നു പോകുന്നത് അവൻ അറിയുവാൻ அவன் കഴിയും. அறிந்து கொள்வது பிசாசின் வல்லமைகள் தகர்ந்து போகிறதை அவன் அறிந்து கொள்ள முடியும். കേവലം വാക്കുകൾ കൊണ്ട് പ്രാർത്ഥന മുന്നോട്ട് നയിക്കുകയല്ല, വാക്കുകൾ കൊണ്ട് പ്രാർത്ഥന മുന്നോട്ട് നയിക്കുകയല്ല, வெறும் வார்த்தைகள் கொண்டு மாத்திரமல்ல நான் ஜெபத்தை முன்னோட்டு வைக்கிறது. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനിടയായി. ஜெபிக்கும் போது கர்த்தருடைய வல்லமையை நாம் உணர வேண்டும். ഇന്ന് രാത്രി വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ இந்த ராத்திரி வேளையிலே கர்த்தருடைய வசனத்தை தொடங்கும் போதுதான் ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. கர்த்தருடைய வல்லமையை நான் உணர்ந்து கொண்டிருக்கிறேன். ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളിലേക്കും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. நான் உணர்ந்து கொண்டிருக்கிறதான கர்த்தருடைய வல்லமை நீ உண்மையிலும் இறங்கி வரும். ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. கர்த்தருடைய வல்லமை உன்னுடைய வீட்டிலேயும் இறங்கி வரும். വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് உன்னுடைய வீட்டு வாതിലുകൾ அடைத்திருக்கும் போது அவர்கள் மத்தியில் நின்று கொண்டு യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. இயேசு கிறிஸ்து சீசன்மாரோடு சொன்னார், உங்களுக்கு சமாதானம். എമ്മവൂസിൽ ശിഷ്യന്മാർ യേശുവിനെ കണ്ടു. எம்மாவூர் சீசர்கள் இயேசுவை கண்டார்கள். എന്നാൽ അതേ ശിഷ്യന്മാരെ അതേ യേശുവിനെ അവർക്ക് ഗലീലയിലും കാണുവാൻ കഴിഞ്ഞു. அதே இயேசு கிறிஸ்துவை அவர் கலிலேயாவிலேயும் கண்டார்கள். അടച്ചിട്ടിരിക്കുന്ന നിന്റെ വീട്ടിനകത്ത് യേശു ഇന്ന് രാത്രി വേളയിൽ நீ വരികയാണ്. அடைத்திருக்கிறதான வீட்டின் உள்ளேயே இயேசு இந்த ராத்திரி வேளையிலே வரவிருக்கிறார். അടച്ചിട്ടിരിക്കുന്ന നിന്റെ റൂമിനകത്ത് ഇന്ന് രാത്രി യേശു വരികയാണ്. நீ அடைத்திருக்கிறதான റൂമിன் உள்ளேயே இயேசு வர ഇനി விரும்புகிறார். എന്റെ ജീവിതത്തിന് നിലനിൽപ്പില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് உன்னுடைய ஜீவிதத்தில் இனி நிற்க முடியாது என்று சொல்லிக்கொண்டு நீ വീട്ടിനകത്ത് കയറി നീ വാതിലടച്ചിരിക്കുകയാണ്. வீட்டின் அறை கதவை பூட்டிக்கொண்டு நீ அடைத்திருக்கிறாய். നാളത്തെ പ്രഭാതം എനിക്ക് കാണണ്ട എന്ന് നീ ചിന്തിക്കുന്നത്, நாளை காலை என்னை காண வேண்டாம் என்று சொல்லிக் கொண்டிருக்கிறாய். നാളത്തെ ദിവസത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നീ പറയുന്നത്, நாளைய தினத்தை எனக்கு பார்க்க முடியாது என்று சொல்லிக் എന്നാൽ கொண்டிருக்கிறாய். ഇന്ന് രാത്രി യേശു നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. ஆனால் இயேசு இந்த ராத்திரி வேளையிலே உன்னுடைய வீட்டிலே கடந்து வர അവൻ விரும்புகிறார். നിന്നെ മാത്രമല്ല വിടുവിക്കുന്നത്, அவர் உன்னை மட்டுமல்ல അവൻ നിന്റെ விடுவிக்கிறார். ചുറ്റുപാടുകളിൽ തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുകയാണ്. அவர் உன்னுடைய வீட்டை சுற்றிலும் உள்ளவர்கள் மேலும் கர்த்தருடைய வல்லமையை வெளிப்படுத்திக் ദാവീദ് கொண்டிருக்கிறார். സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ தாவீது அவனுடைய விடுதலைக்காக ஜெபித்த போது ഭൂമി കുലുങ്ങി, பூமி குலுங்கினது, പർവ്വതങ്ങൾ ഇളകി മാറി, பர்வதங்கள் அஸ்திவாரங்களும் குலுங்கி அசைந்தது, ഭൂമി ഞെട്ടി വിറയ്ക്കുവാനിടയായി. பூமி அதிரத் தொடங்கினது. നോക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാനിടയായി. பாருங்கள், கர்த்தருடைய வல்லமை அங்கே இறங்கி வந்தது. ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. இதை அப்போஸ்தலர் நடவடிக்கையிலே நாம் காண முடியும். 4-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ 4-ാം அதிகாரம் അതിന്റെ 18-வது வசனத்திலே യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പിടിച്ച്, അപ്പോസ്തലന്മാരെ പിടിച്ച്, இயேசு கிறிஸ்துவின் சீசர்கள் அப்போஸ்தலர்களை பிடித்து, ഇനിമേലാൾ നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല, இனிமேல் நீங்கள் இயேசு கிறிஸ்துவை பற்றி பிரசங்கிக்க கூடாது, ഇനി നിങ്ങൾ യേശുവിന്റെ നാമത്തെ സാക്ഷ്യം പ്രസ്താവിക്കരുത്. இனி இயேசு கிறிஸ்துவை குறித்து நீங்கள் சாட்சி சொல்லக்கூடாது. കുറച്ച് നാളുകൾ കഴിയുമ്പോ குறைய நாட்கள் கடந்து போன பின்பு ഹോളി ലാൻഡ് ടിവിയോടും ഒരു പക്ഷേ ലോകം പറഞ്ഞേക്കാം, ஹோலி லேண்ட் டிவியோடும் ஒரு சில வேளைகளிலே இந்த லோகத்தில் உள்ளவர்கள் சொல்லி இருக்கலாம், നിങ്ങൾ യേശുവിനെ കുറിച്ച് ഇനി പറയണ്ട എന്ന് പറഞ്ഞേക്കാം. நீங்கள் இயேசு கிறிஸ்துவை குறித்து நீ சொல்ல வேண்டாம் என்று. പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, எங்களுக்கு ஒரு நோக்கம் உண்டு. അപ്പോസ്തലന്മാർക്ക് ലക്ഷ്യമുണ്ടായിരുന്നതുപോലെ அப்போஸ்தலர்களுக்கு ஒரு நோக்கம் உண்டாயிருந்தது போல ഹോളി ലാൻഡ് ടിവിക്കും ഒരു ലക്ഷ്യമുണ്ട്. ஹோலி லேண்ட் டிவிக்கும் ஒரு நோக்கம் உண்டு. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ലോകത്തിൽ അറിയിക്കുക, உயிர்த்தெழுந்ததான இயேசு கிறிஸ்துவை உலகம் முழுவதிலும் அறிவிക്കുക. അത് വിവിധ ഭാഷകളിലേക്ക് ഇനി അത് വ്യാപരിക്കും. அது எல்லா பாஷைகளிலும் தொடர்ந்து வரும். അനേക ഭാഷകളിൽ ഇത് പ്രസംഗിക്കപ്പെടും. அநேக மொழிகளிலே இது பிரசங்கிக்கப்படும். ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസംഗിക്കുവാനിടയായി തീരും. உயிர்த்தெழுந்த இயேசு கிறிஸ்துவை குறித்து அநேக பாஷைகளிலே பேச ഇന്ത്യയിലെ தொடங்குவார்கள். വിവിധ സ്റ്റേറ്റുകളിൽ അത് വ്യാപരിക്കുവാനിടയായി തീരും. இந்தியாவில் அநேக ஸ்டேட்டுகளிலும் இது தொடரும். ഇതുപോലെ ഭാഷാന്തരം ചെയ്ത് കേൾക്കുകയല്ല, இதுபோல பாஷைகள்
மொழிபெயர்த்து கேட்கிறதல்ல, അതത് ഭാഷകളിൽ യേശുവിനെ കുറിച്ച് പറയുവാനിടയായിത്തീരും. அந்தந்த ஸ்டேட்டுகளின் மொழிகளிலே அந்தந்த இடங்களில் அது பேசப்படும். അപ്പോസ്തലന്മാർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. அப்போஸ்தலர்களுக்கு ஒரு நோக்கம் உண்டாயிருந்தது. എന്നാൽ അന്നത്തെ മതകോടതി അവരെ പിടിച്ചിട്ട് அந்த நாளிலே அந்த மதத்தை குறித்ததான கோர்ட் பிடித்தது. അവരെ പിടിച്ച് ഉപദ്രവിച്ച ശേഷം അവരോട് പറഞ്ഞു, ഇനി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല. அவர்களை பிடித்து உபத்திரவப்படுத்தியதிന് பிறகு சொன்னார்கள், இனி நீ இயேசு கிறிஸ்துவை குறித்து பிரசங்கிக்க അവരെ கூடாது. നന്നായി അടിച്ചു, அவர்களை അടിத்தார்கள், അവരെ നന്നായി ഉപദ്രവിച്ചു, அவர்களை നന്നായി അവരെ ഉപദ്രവപ്പെടുത്തിனார்கள், നന്നായി ഭയപ്പെടുത്തി, அவர்களை பயமுறுத்தினார்கள், അവർ പേടിച്ചു പോകത്തക്ക നിലകളിൽ കാര്യങ്ങൾ ചെയ്തു. அவர்கள் பயப்படத்தக்க நிலவாரத்தில் எல்லா காரியங்களையும் അവർ செய்தார்கள். കണ്ണുരുട്ടി കാണിച്ചു, அவர்கள் കണ്ണை ഉരുട്ടി കാട്ടിனார்கள், വടി ഉയർത്തി കാണിച്ചു, വടി ഉയർത്തി കാണിച്ചു, கோலை உயர்த்தி காட்டினார்கள், വാൾ ഉയർത്തി കാണിച്ചു. வாளை உயர்த்தி காட்டினார்கள். പക്ഷേ അവർ ഭയപ്പെട്ടില്ല. ஆனால் அவர்கள் பயப்படவில்லை. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിന് വേണ്ടി ഭയം കൂടാതെ നിൽക്കുമെന്ന് പറയുന്നവർ ഒരു കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ராத்திரிகளிலே நாம் இயேசு கிறிஸ்துவினை வேண்டி பயம் இல்லாமல் நிற்போம் என்று சொல்லுகிறவர்கள் வலது கரத்தை உயர்த்தி காட்டுங்கள். ഹല്ലേലൂയ. ஹல்லேலூயா. നമുക്ക് ഭയമില്ല. நமக்கு பயம் இல்லை. ഉയർത്തെഴുന്നേറ്റ യേശു നമ്മോട് കൂടെയുണ്ട്. உயிர்த்தெழுந்த இயேசு நம்மோடு கூட ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. உயிர்த்தெழுந்த இயேசு நமக்கு வேண்டி இன்றும் ஜீவித்துக் கொண்டிருக்கிறார். അതുകൊണ്ട് അപ്പോസ്തലന്മാർ അവിടുന്ന് പുറപ്പെട്ടു പോയി. அதன்படியினாலே அப்போஸ்தலர்கள் அங்கே இருந்து புறப்பட்டு போனார்கள். അവർ പോകുമ്പോൾ അവർക്ക് പറയാൻ കഴിവുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. அவர்கள் போனபோது அவர்களுக்கு ஒரு சொல்வதற்கு ஒரு காரியம் உண்டாயிருந்தது. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ, கர்த்தருடைய நாமத்திற்கு வேண்டி நாங்கள் நிந்தனைகள் சமைப்பானும் യോഗ്യതയുള്ളവരാക്കി ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട്, யோக்கியதை உள்ளவர்களாய் கர்த்தர்களை தெரிந்தெடுத்தது കൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. அவர்கள் சந்தோஷத்தோடு கூட திரும்பி போனார்கள். പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കലേക്ക് വന്നു. ஜெபிக்கிறவர்கள் இடத்திலே கடந்து അവർ வந்தார்கள். ചേർന്ന് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. அவர்கள் அவரோடு கூட சேர்ந்து இயேசு கிறிஸ்துவை சொல்லி கூப்பிட ஆரம்பித்தார்கள். ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തെ അവർ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. உயிர்த்தெழுந்த இயேசுவின் நாமத்தை சொல்லி அவர்கள் கூப்பிட ஆரம்பித்தார்கள். അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിനെ കുറിച്ച് அவர்கள் ஜெபிக்க தொடங்கினதை குறித்து അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം அப்போஸ்தலர் 4-ாம் அதிகாரம் 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, 29 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, அவர்கள் ദൈവത്തോട് ஜெபித்தபோது അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുവാനിടയായി. அவர்கள் இருந்த இடம் அசைந்தது. ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, அவர்கள் கர்த்தர் ஜெபத்தை கேட்கிறவர் மாத்திரமல்ல, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നപ്പോ, அவர் கர்த்தர் அவர்களுக்கு வேண்டி கிரியை செய்வதற்கு இறங்கி അവർ வந்தபோது ഇരുന്ന സ്ഥലം കുലുങ്ങുവാനിടയായി. அவர்கள் இருந்த இடம் அசையும்படியாகி അടുത്ത தொடங்கியது. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, வேதம் இப்படி சொல்லுகிறது, അവർ ദൈവവചന ശക്തിയോടെ പ്രസ്താവിച്ചു. அவர்கள் கர்த்தருடைய வசனத்தை அதிதைரியத்தோടെ பிரசங்கித்தார்கள். അവർ ദൈവവചനത്തിന്റെ മുമ്പിൽ ഭയമില്ലാതെ പ്രസംഗിക്കുവാൻ തുടങ്ങി. அவர்கள் கர்த்தருடைய வசனத்துக்கு முன்பதாக பயப்படாமல் பேசத் ഇന്ന് தொடங்கினார்கள். രാത്രി യേശു ക്രിസ്തുവിന്റെ നാമം ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ, இந்த ராத்திரி வேளையிலே இயேசு கிறிஸ்துவின் நாமத்தை யார் சொல்லி கூப்பிடுவார்களோ അവരുടെ മുമ്പിൽ ശത്രു പിന്തിരിഞ്ഞു പോകുവാനിടയായി. அவர்களுடைய முன்பதாக பிசாசு தோற்று போகும். സന്തോഷമായിരിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. சந்தோஷமாய் இருக்கிறவர்கள் எல்லாரும் கரங்களை உயர்த்தி கர்த்தரை ஸ்தோத்திரிப்போம். കർത്താവിന്റെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. கர்த்தருடைய நாமம் இந்த நாளிலே உயர்த்தப்படுவதாக. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇന്ന് രാത്രി സ്വർഗം തകർക്കുവാനിടയായിത്തീരും. உங்களுடைய ஜீவிதத்தில் எல்லா பிரதிകൂല അനുഭവങ്ങളെയും இயேசு கிறிஸ்து இந்த நாளிலே மாற்றப் போகிறார். നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ശത്രു നിങ്ങളെ വിട്ട് പിന്തിരിഞ്ഞു പോകുമെന്ന്? நீங்கள் இந்த ராத்திரியிலே விசுவாசிக்கிறீர்களா உங்கள் சத்துரு உங்களை விட்டு பின்திரும்பி போவான் என்று சொல்லி? നിങ്ങളുടെ ശത്രുവായ രോഗം ഇന്ന് രാത്രി നിങ്ങളെ വിട്ട് മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? உங்களுடைய சத்துருவாகிய வியாதி உங்களை விட்டு மாறி போகும் என்று சொல்லி நீங்கள் விசுவாசிக்கிறீர்களா? അങ്ങനെ വിശ്വസിക്കുന്ന ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, அங்கே நீங்கள் விசுவாசிப்பீர்கள் என்று சொன்னால் ஒரு நிமிடம் கண்களை அடைத்து യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. இயேசுவின் நாமத்தை கூப்பிடுங்கள். കർത്താവ് ഇപ്പോൾ എന്നിലേക്ക് ഇറങ്ങി വരണമേ. கர்த்தாவே இப்போது என் மேல் இறங்கி എന്റെ வாரும். ശത്രു ഇന്ന് രാത്രി പിന്തിരിഞ്ഞു പോകത്തക്ക നിലകളിൽ என்னுடைய சத்துரு என் ஜீவிதத்தை விட்டு பின்திரும்பி എന്നിലേക്കും എന്റെ ഭവനത്തിലേക്ക്, என்னிலேயும் என்னுடைய വീടിലേയും എന്റെ ചുറ്റുപാടുകളിലേക്ക് என்னுடைய சுற்றுப்பாடுகளிலேயும் അവിടുന്ന് സ്വർഗം ചായ്ച്ചിറങ്ങി വരണമേ. அங்கே பரலோகத்திலிருந்து இறங்கி வர வேண்டும். ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കുന്നത്, இந்த ராத்திரி வேளையிலே தேவன் கிரியை செய்வது എന്റെ ദേശം തിരിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ്. தேசம் திரும்பி கண்டுகொள்ளத்தக்கதாய் എന്റെ ശത്രുക്കൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ്. சத்துருக்கள் அதை ഇന്ന് காணும்படியாய், രാത്രി ആ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകുകയാണ്. சத்துருக்கள் திரும்பி ഇന്ന് போகும்படியாய், രാത്രി ശത്രു പിന്തിരിഞ്ഞു പോകുകയാണ്. சத்துரு பின்திரும்பி വിളിച്ചപേക്ഷിക്കുമ്പോൾ போகும்படியாய் തന്നെ ശത്രു പിന്തിരിഞ്ഞു പോകുകയാണ്. கூப்பிடுவாய், நீ சத்துரு യേശുവിന്റെ பின்திரும்பி നാമത്തിൽ போகும். അത് സംഭവിക്കുകയാണ്. இயேசுவின் நாமத்தில்
നാമത്തിൽ അത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ Thank you, സംഭവിക്കട്ടെ. Jesus. ഹല്ലേലൂയ. ആമേൻ. Oh, Jesus. ഹല്ലേലൂയ. യോസനയിൽ പെരിയവാരേ ആരാധனை ஆராதனை செயல்களிலே வல்லவரே ஆராதனை രണ്ട് കരങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി രണ്ട് കരങ്ങളെയും വാനത്തേക്ക് ഹോശാന ഉന്നത ദേവനേ ഹോശാന 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 കൺമണി പോൽ കാപ്പവരേ എന്നെ കൺമണി കൺമണി പോൽ കാപ്പവരേ ആരാധனை ആരാധனை കഴുകു പോലെ സുമപ്പവരേ ആരാധனை ആരാധனை ഓശാന ഉന്നത ദൈവമേ ഹോശാന ഹോശാന ശബ്ദമുയർത്തി 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 ഹോശാന ആ വീട്ടിനകത്ത് ശബ്ദമുയർത്തി പറ നീ ഇരിക്കുന്ന ഇടത്ത് ശബ്ദമുയർത്തി പറ ഓ ഹോശാന ഓ റിമന ഹത്തുന റഘോഷിയല റമന ഹോശാന നാമത്തെ ഉയർത്തി പാട്. ആമേൻ. ഹോശാന കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തി കർത്തരെ സ്തോത്തരിപ്പോ. ഹോശന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹോസന്ന என்று சொல்கிறதான வார்த்தையினுடைய அர்த்தம் ഇപ്പോൾ രക്ഷിച്ചാലും இப்போது രക്ഷിച്ചാലും ഇപ്പോൾ രക്ഷിച്ചാലും ഇപ്പോൾ ആ രക്ഷിച്ചാലും. കരം സ്വർഗത്തിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറ கரத்தை வானத்துக்கு நேராக ஏறெடுத்து பரலோகத்தை நோக்கி பார்த்து சொல்லு. ഹോശന്ന ஹோசன்னா ഹോശന്ന ஹோசன்னா ഹോശന്ന ഹോസന്ന ഹോശന്ന ഹോസന്ന ഹോശന്ന ഹോസന്ന. ഇപ്പോൾ രക്ഷിച്ചാലും இப்பொழுதே விடுதலையாக்கினாலும் ഇപ്പോൾ രക്ഷിച്ചാലും ഇപ്പോൾ രക്ഷിത്താലും ഇപ്പോൾ യേശു നമ്മെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. இப்பொழுது கர்த்தர் உங்களை നമ്മുടെ ശത്രു விடுதலையாக்கினார். പിന്തിരിയുകയാണ്. நம்முடைய சத்துருக்கள் பின்திருப்பி ചുറ്റുപാടുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ചുറ്റിലും ഇന്ന് രാത്രി നമ്മുടെ വീടുകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ബിസിനസ്സുകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ തൊഴിൽ മേഖലകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ യാത്രകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഹോശാന 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 ഹോശാന. Thank you, Jesus. Thank you, Jesus. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം നാം എല്ലാവരും എളുമ്പി നിൽപ്പോമാ? എല്ലാവരും വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നാണ്ട് എല്ലാവരും തിരിയും
എന്നോട് ചേർന്ന് നമ്മൾ പാടിയ 2 വരി വേഗം ചേർന്ന് പാടാൻ വേണ്ടി നാം இப்போது பாடலான பாடலே 2 വരിகளை மட்டும் சேர்ந்து பாட போகிறோம். പാടുമ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ രക്ഷിച്ചാലും, ഇപ്പോൾ വിടുതലയാക്കിനാലും, ഹോസന ഹോസന്ന, ഇപ്പോൾ രക്ഷിച്ചാലും, ഇപ്പോൾ വിടുതலை രക്ഷിച്ചാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹോസന ഉന്നത ദൈവമേ, ഹോശാന ഹോശാന ഹോശാന. 2 കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യോസനയിൽ പെരിയവരേ ആരാധനൈ செயல்களிலே வல்லபரே ஆராதனை சேர்ந்து பாடுங்கள். செயல்களிலே வல்லபரே, செயல்களிலே வல்லபரே Ricoriantona. Hosanna ഉന്നത യേശപ്പാ ഇപ്പോൾ രക്ഷിച്ചാലും ഹോസാന. ഇതൊരു വിടുതലിന്റെ സമയമാണ്, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവം തന്റെ ജനത്തിന് ജയത്തെ നൽകുന്ന സമയമാണ്. ഉന്നത അത്ഭുതങ്ങൾ നടക്കട്ടെ. വായി തുറന്ന് പറ, ഇപ്പോൾ രക്ഷിച്ചാലും ആവർത്തിച്ച് ഇപ്പോ രക്ഷിച്ചാൽ ആ വീട്ടിനകത്ത് നടന്നു പറ, ആ വീട്ടിനകത്ത് നടന്നു പറ, നിന്റെ വീട്ടിനകത്ത് നടന്നു പറ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വേളയിൽ ഓരോ ഭവനങ്ങൾക്ക് അകത്തളങ്ങളിൽ ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദര, യേശുവിന്റെ സാന്നിധ്യം നിന്നെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ, മരണത്തെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, പാതാളത്തെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പാപികൾ പാപത്തെ വിട്ടുതിരിയട്ടെ. ബോധ ഉപയോഗങ്ങളിൽ നിന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. ലഹരികളിൽ നിന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ 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 അത്ഭുതം 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 സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. കൺമണി പോൽ കാപ്പവരേ ആരാധനൈ
ഓ കഴുകുപോലെ ആമേൻ കഴുകുപോലെ இந்த வேளையிலே உம்முடைய பிள்ளைகளை தொட்டுவிடும். ஹalleluya. ஏசப்பா 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 தொடுவாராக. சுமப்பவரே. ஆமென். நீ விசுவாசித்தால் கர்த்தருடைய வல்லமை உங்கள் மேல் இறங்கி வரும். ஹோசன்னா ஹோசன்னா ഉന്നത. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കുന്നു. വായ തുറന്ന് കൂപ്പിട്. ഹോശാന ഹോശാന അത്ഭുതത്തെ ചെയ്തു Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. നന്ദി കർത്താവേ. വായി തുറന്ന് പറഞ്ഞാട്ടെ നന്ദി യേശുപ്പാ. നന്ദി ദേവനേ. നന്ദി യേശുപ്പാ. യേശുപ്പാ നന്ദി. യേശുപ്പാ നന്ദി. യേശുപ്പാ നന്ദി. നന്ദി നന്ദി നന്ദി. കരങ്ങളെ തട്ടി ദേവനെ തുതിപ്പോ. Thank you Lord Jesus. Hallelujah. Jesus. Jesus. Hallelujah. Amen. In Jesus. Hallelujah. In Jesus. Hallelujah. 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 എല്ലാവർക്കും ഇരിക്കാം. നാം എല്ലാവരും ഇരിപ്പുമാകാം. Hallelujah. 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 ദയവായി വീടുകൾക്കകത്തിരിക്കുന്നവർ വീട്ടുക്കുള്ളിലേ ഇരിക്കും. വീട്ടിൽ ഉള്ളിരിപ്പവர்கள் ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോ എങ്ങളെ കേൾക്കുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇതേ ആത്മസാന്നിധ്യത്തിൽ നിങ്ങൾ നിറയാൻ തയ്യാറാണ്. നാങ്ങൾ இந்த இடத்திலே நிரப்பப்படுகிற கர்த்தருடைய வல்லமை உங்களுடைய வீட்டிலேயே நிரப்பப்படும். ഞാൻ സാധാരണ ദൈവവചനം പ്രസംഗിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. சாதாரணமாக நான் கர்த்தருடைய வார்த்தையை பேசும்போது இடையில் இப்படி ஒரு ஜெப ஆராதனை நடத்துவது இல்லை. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ஆனால் இந்த ராத்திரியிலே கர்த்தருடைய ஆவியானவர் வல்லமையோடு கூட நம்ம மத்தியில் இறங்கி வந்து கொண்டிருந்தார். ദൈവാത്മാവ് ഇന്ന് രാത്രി ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. கர்த்தர் இந்த இடத்தில் மட்டுமல்ல അനേക இடங்களிலேயும் கர்த்தர் இந்த நாளிலே அற்புதங்களை செய்கிறார். വീട്ടിനകത്ത് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണം. வீட்டின் உள்ளிருந்தாலும் கர்த்தரை துதித்து ஆராதி. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. கரங்களை தட்டி கர்த்தரை ஸ்தோத்திரியுங்கள். ചിരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. சிரித்து சந்தோஷத்தோடு கூட கர்த்தரை ஸ்தோத்திரியுங்கள். ഹല്ലേലൂയ. 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 വീട്ടിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈതന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. வீட்டின் உள்ளே இருக்கிறதான உனக்கு நாங்கள் கரங்களை தந்து கர்த்தரை ஸ்தோத்திரிக்கிறோம். കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. கர்த்தர் உங்களை ஆசீர்வதிப்பாராக. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് സന്തോഷമായിരിക്കാൻ പറഞ്ഞേ. நீங்கள் எல்லாரும் அடுத்திருக்கிறவர்களுக்கு கரங்களை கொடுத்து கொண்டு சந்தோஷமாயிருங்கள் என்று சொல்லுங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തർ എല്ലാവരെയും ആശീർവദിപ്പാറാകട്ടെ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒന്നാമത് ശത്രു പിന്തിരിഞ്ഞു പോകുന്നു. கர்த்தரை நோக்கி கூப்பிடும்போது முதலாவது சத்துருக்கள் பின்னிட்டு போவார்கள். രണ്ടാമതായി 118 സങ്കീർത്തനം 118 സങ്കീതം അതിന്റെ 5ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 5ാമത് വചനത്തെ 118 സങ്കീർത്തനത്തിന്റെ 5ാമത്തെ വാക്യം. സംഗീതം 118:5. ഞെരുക്കത്തിൽ ഇരുന്ന് ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഞെരുക്കത്തിലിരുന്ന് കർത്തരെ നോക്കി കൂപ്പിട്ടെ. കർത്തർ എന്നെ കേട്ടരുളേ. കർത്താവ് എനിക്ക് ഉത്തരം തന്ന് വിശാലത്തിലെ വൈത്താർ. എന്നെ വിശാല സ്ഥലത്ത് ആക്കി. ഇവിടെ ദൈവത്തിന്റെ ദാസൻ ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുകയാണ്. இந்த இடத்திலே கர்த்தருடைய ஊழியக்காரன் கர்த்தரை நோக்கி கூப்பிட்டு கேட்கிறார். വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നാണ്.
கூப்பிடுக ஜெபிக்குக என்று சொல்லுகிறதான அர்த்தம். തുടക്കം മുതലേ നമ്മൾ ആ ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആരംഭം മുതലേ നാം அந்த சிந்தனையில் தான் கடந்து வந்து கொண்டிருக்கிறோம். അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നത് ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, நான் கர்த்தரோடு கூட நோக்கி கூப்பிட்டேன், യഹോവ എനിക്ക് വിശാലത വരുത്തി. கர்த்தர் என்னை விசாலத்திலே வைத்தார். ഇത് 4-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 4-ാം സംഗീതം 1-ാമത് വചനത്തിലെ ഈ പ്രാർത്ഥന ദാവീദ് ആരംഭിച്ചതാണ്. സംഗീതക്കാരനാകിയ ദാവീദ് ജപത്തെ തുടങ്ങി. അവിടെ 4-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സംഗീതം 4-ാം അധികാരം 1-ാമത് വചനത്തിലെ എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ, നീതിயின் தேவனே நான் கூப்பிடும் நாளில் எனக்கு செவி கொடுக்க வேண்டும். ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. நான் நெருக்கத்தில் இருந்தபோது எனக்கு விசாலம் உண்டாக்கினீர். ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോഴാണ് നീ എനിക്ക് വിശാലത തന്നത്. நான் நெருக்கத்தில் இருந்தபோது கர்த்தர் எனக்கு விசாலத்தை உண்டாக்கினார். 118-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വന്നപ്പോ 118-ാം സംഗീതം 5-ാമത് വചനത്തിലെ വന്നപ്പോൾ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, കർത്തരെ ഞാൻ നോക്കി കൂപ്പിട്ടേൻ. അപ്പൊ ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. நெருக்கத்தில் இருந்தபோது நான் கர்த்தரோடு கூட ஜெபிக்க இருந்தேன். ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ജീവിതത്തിൽ മുന്നേറി പോക മുടിയാതപടി ഇരിക്കുന്ന ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു, ചെറിയതാണ് വ്യാപാരം ചെയ്യ തുടങ്ങിനോ. പക്ഷേ ആ ബിസിനസ് പരാജയപ്പെട്ടു പോയി. அந்த ബിസിനസ്സിലെ നാം നഷ്ടമടഞ്ഞു. അതുകൊണ്ട് ധാരാളം പലിശക്കടം കൂടി വന്നു. ആനപടിനാലേ അനേക പലിശ കടങ്ങൾ നെരുങ്ങി വന്നു. ഞെരുക്കം വല്ലാതെയായി. നെരുക്കത്തിൻ മത്തിയിലാണോ 4 പാട് നിന്നും വ്യക്തികൾ ഞെരുക്കാൻ തുടങ്ങി. 4 ഭാഗങ്ങളിലിരുന്നും ജനങ്ങൾ നെരുക്ക തുടങ്ങിനാர்கள். ബാങ്കിലുള്ളവർ ഞെരുക്കാൻ തുടങ്ങി. ബാങ്കിലിരുന്ന് നമ്മെ നെരുക്കിനാர்கள். ഒരു ഭാഗത്തുകൂടെ പിശാച് ഞെരുക്കാൻ തുടങ്ങി. ഇന്നൊരു ഭാഗത്തിൽ കൂടെ പിശാസും നമ്മെ. പിശാച് പറഞ്ഞു ഇനി നീ രക്ഷപ്പെടുകയില്ല. പിശാസ് ചൊല്ലുവാൻ ഇനി നീ രക്ഷപ്പെട മാട്ടായി. ഈ കടത്തിൽ നിന്ന് നീ പുറത്തു വരില്ല. இந்த கடத்திலிருந்து நீ புறம்பே வர. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നീ വെളിയിലേക്ക് വരികയില്ല. இந்த നഷ്ടത്തിലിருந்து നീ ഇനി വെളിയെ വരാൻ. അതിനേക്കാൾ ഇനി നീ കാത്തിരിക്കുന്നതിനേക്കാൾ ഇനി നീ കാത്തിരിപ്പதை പാട്ടിലും ചെന്ന് മരിച്ചുകളാം. சென்று മരിത്തു പോ എന്ന് പിശാച് എപ്പോഴും ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. പിശാസ് എപ്പോഴും ഇதைத்தான் ചൊല്ലിക്കൊണ്ട് മരിച്ചുകളാം, செத்துப்போ, മരിച്ചുകളാം, செத்துப்போ. എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു. ஆனால் எசேக்கியேல் தீர்க்கதரிசியின் வசனத்தில் இப்படி சொல்லுகிறது, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമല്ല. മരണത്തെ കാണുന്നവരുടെ ഇരത്തിലെ എനിക്ക് വിരുപ്പമില്ല. സ്വന്തമായി മരിക്കാൻ ആരെങ്കിലും പോയാൽ, സ്വന്തமாக മരിപ്പதற்கு யாராவது போனால் ദൈവത്തിന് അവരെ ഇഷ്ടമല്ല. ദേവനുക്ക് അവരെ ഇഷ്ടമില്ല. ആ മരണം ദൈവത്തിന് ഇഷ്ടമല്ല. அந்த മരണവും ദേവനുക്ക് വിരുപ്പമില്ല. അപ്പൊ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. இந்த ராத்திரி வேளையிலே நாம் கேட்க வேண்டும். പിശാച് നമ്മോട് പറയും നീ മരിച്ചുകളാ. പിശാസ് നമ്മോട് കൂടെ ചൊല്ലും നീ മരിച്ചു പോ. നീ ഞെരുക്കത്തിലാണ്, നീ നെരുക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ വീട്ടിനകത്ത് നിനക്ക് സമാധാനം കിട്ടില്ല. വീട്ടിനുള്ളിൽ ഉനക്ക് സമാധാനമില്ല. ഇനി വ്യാപാരം ചെയ്ത് മുന്നേറാൻ പറ്റില്ല. ഇനി നീ ബിസിനസ് ചെയ്ത് മുന്നേറ മുടിയാതെ. ഇനി സാമ്പത്തികമായ ഒരു നന്മ നിനക്ക് കാണില്ല. ഇനി നന്മ നീ കാണാൻ മാട്ടായി. നിന്റെ മക്കൾ നിന്റെ മുഖത്ത് നോക്കി നീ ചിരിക്കില്ല. ഉன்னுடைய பிள்ளைகள் உன்னை பார்த்து சிரிக்க மாட்டார்கள். നിന്റെ ഭാര്യ നിന്നോട് സന്തോഷത്തോടെ ഇനി സംസാരിക്കില്ല. ഉன்னுடைய മனைவி ഉന്നോട് കൂടെ ഇനി സന്തോഷപ്പെട മാട്ടാൾ. നിന്റെ ഭർത്താവിന് നീയുമായിട്ട് വലിയ സന്തോഷമൊന്നും കാണില്ല. ഉன்னுடைய പുരുഷനും നീയുമായി ഇനി വലിയ സന്തോഷത്തിൽ ഇരിക്കും. ഇങ്ങനെ ദുഃഖിച്ച് ജീവിക്കുന്നതിനേക്കാൾ, ഇപ്പടി നീ മനവേദനയോടെ ജീവിപ്പதை കാട്ടിലും, ഇങ്ങനെ ഞെരുക്കത്തോടെ ജീവിക്കുന്നതിനേക്കാൾ നെരുക്കത്തിൻ മത്തിയിൽ ജീവിപ്പதை നീ മരിച്ചുകളാ, നീ മരിച്ചു പോ. എന്നാൽ പിശാചിന്റെ വാക്ക് കേൾക്കുന്നവരല്ല യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ. ஆனால் பிசாசின் வார்த்தைகளை கேட்கிறவர்கள் அல்ல இயேசுவின் நாமத்தை கூப்பிட்டு. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പിശാചിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കില്ല. இயேசு கிறிஸ்துவின் நாமத்தை கூப்பிடுகிறான ஒரு நபர் பிசாசின் சத்தத்திற்கு ஒரு நாளும் அவன் செவி கொடுக்க மாட்டான். അവൻ പിശാചിനെ തള്ളിക്കളയും. അവൻ പിശാസை തള്ളി போடுவான். യേശുവിന്റെ മുഖത്തേക്ക് നോക്കും. இயேசுவின் മുഖത്തെ பார்ப்பான். അത് തന്നെയാണ് 118-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ. അதைத்தான் സംഗീതം 118:5 சொல்லுகிறது. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, കർത്തരെ നോക്കി കൂപ്പിട്ട് ഉടനെ ദൈവം എനിക്ക് ഉത്തരം തന്നു. കർത്തർ എനിക്ക് ചെവി കൊടുത്തു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ കർത്തരോട് ജപിക്ക തുടങ്ങി. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. കർത്തർ എൻ ജപത്തിற்கு பதில் തന്നു. എന്താ മറുപടി നൽകിയത്? എന്ന മറുപടിയെ തന്നു. എനിക്കൊരു വിശാലത തന്നു. കർത്തർ എനിക്ക് ഒരു വിശാലത. എന്റെ ജീവിതത്തിന്റെ ഞെരുക്കം മാറി. എൻ ജീവിതത്തിൻ നെരുക്കങ്ങൾ മാറി. എന്റെ ജീവിതത്തിന്റെ കഷ്ടത മാറി. എൻ ജീവിതത്തിൻ കഷ്ടങ്ങൾ മാറി. ഇന്ന് രാത്രി ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നവർ, കേബിൾ ടിവിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, കേബിൾ ടിവിയിൽ കൂടെ ഞങ്ങളെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, സത്യത്തെ കേൾക്കുന്നവർ, ഈ സഭാഹാളിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോടും സഭ ആലയത്തിനുള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ വിളിച്ചു പറയാം. പരിശുദ്ധാവിയാനോട് ഉദവിയോട് കൂടെ ഞാൻ കൂപ്പിട്ട് ചൊല്ലി, നീ എല്ലാ കാലവും ഞെരുക്കത്തിൽ ഇരിക്കുവാൻ ദൈവം
ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലായ്പ്പോഴും നെരുക്കത്തിൽ ഇരിക്കുക കർത്തർ വിരുമ്പവില്ലേ. നമ്മുടെ ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദേവൻ യാർ? പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നവൻ, പച്ചയായ പുൽപ്പുറങ്ങൾ നമ്മെ മേയ്க்கிறവൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നവൻ, ആമേൻ, പസുമயான വെള്ളങ്ങളിലുള്ള ഇടങ്ങളിലേക്ക് നമ്മെ നടത്തുகிறവൻ, പ്രാണന് ചൂടുപിടിച്ച് ആത്മഹത്യ ചെയ്യാൻ വിടാതെ നമ്മുടെ ജീവനുക്കുള്ളേ ചൂടുപിടിത്ത് ആത്മഹത്യ മരണങ്ങൾ ചെയ്വதற்கு ദുർമരണങ്ങളിൽ കൊണ്ടുവിട മുടിയാതപടി അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ജീവനെ തണുപ്പിക്കുന്ന ദേവൻ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. പ്രാണനെ തണുപ്പുക, നമുക്കൊരു വിശാലത നൽകുന്ന ദൈവം. നമുക്കൊരു വിശാലതയെ കർത്തർ ഉണ്ട്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് മുഖത്ത് നോക്കി പറഞ്ഞ്, കർത്താവ് നിങ്ങൾക്കൊരു വിശാലത തരും. കർത്തർ ഉനക്കൊരു വിശാലതയെ തരുവാർ എന്റെ പക്കത്തിലേക്ക് അവരെ കൈ കൊടുത്ത് ചൊല്ലു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞെരുക്കപ്പെട്ട അവസ്ഥകളിൽ, ഞെരുക്കപ്പെട്ട നേരങ്ങളിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന തൽക്ഷണത്തിൽ തന്നെ കർത്തരോടുകൂടെ കൂപ്പിടുകിற നേരത്തിൽ താനേ ദൈവം അവർക്ക് ഉത്തരമരുളി അവരെ വിടുവിക്കുവാനിടയായി. ഉത്തരവരുളുവാർ. ഈ 13ാമത്തെ ദിവസം രാത്രി, 13ാമത് നാൾ രാത്രി ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വിശാലത ഒരുക്കുകയാണ്. കർത്തരുടെ സമൂഹത്തിലെ ആരാധിത്തും ജപിത്തും ഇരിക്കുന്നവനുடைய வாழ்க்கையிலே കർത്തരുടെ വിശാലതയെ കൊണ്ടുവര വിരുമ്പുகிறாർ. ഞാൻ ആ വിശാലത അനുഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്തർ എനിക്ക് തരുகிற വിശാലത ഞാൻ അനുഭവിப்பேன் என்று சொல்லுகிறவர்கள் എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഞെരുക്കപ്പെട്ടവനായിരുന്നു. ഒരു നേരങ്ങളിലെ നാങ്ങൾ ഞെരുക്കപ്പെട്ടവനായിരുന്നു. എന്റെ ബാല്യകാലം, എന്നുடைய ചെറുപ്രായം, എന്റെ പപ്പയെ ഞാൻ അറിയുന്ന സമയം അദ്ദേഹം ഒരു മുഴുഭ്രാന്തനായിരുന്നു. என்னுடைய பப்பாயை நான் நல்ல முறையில் அறிகிறதான நேரத்திலே ஒரு பிராந்தர் பைத்தியக்காரனை போன்றிருந்தார். ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. நாங்கள் ஒரு ஹிந்து குடும்பத்தில் ஜனிக்கப்பட்டவர். എന്റെ അമ്മയുടെ പപ്പ പിശാചുക്കളെ വെച്ച് ജോലികൾ ചെയ്യുന്ന ആളായിരുന്നു. என்னுடைய அம்மாவினுடைய பப்பா பிசாசுகளை வைத்து வேலை செய்கிறதான അവരുടെ കൃഷി സ്ഥലങ്ങളിലെല്ലാം പിശാചുക്കളെ വിളവെടുക്കുന്നതിന് മുമ്പ് പിശാചുക്കളെ അവിടെ കുടിയിരുത്തും. அவர்கள் விவசாயம் செய்கிற இடங்களில் எல்லாம் அதனுடைய நன்மைகளை கொய்தெடுக்கிறதற்கு முன்பதாக பிசாசுகளை கொண்டு குடியிருத்துவார். ധാരാളം സമ്പത്തുള്ള ഒരു കുടുംബമായിരുന്നു. അനേക സമ്പത്തുകൾ ഉള്ള കുടുംബമായിരുന്നു. പക്ഷേ എന്റെ പപ്പ ഭ്രാന്തനായി. ஆனால் என்னுடைய அப்பா பைத்தியக்காரனாയിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. മലയാളത്തിൽ இப்படி ഒരു ചൊല്ലുണ്ട്. കൊണ്ടാടും പേയ് കുടിയെ കെടുത്തു കളയും. കൊടിയെ കെടുത്തു കളയും. അങ്ങനെ ഞങ്ങൾ വെച്ച് പൂജിച്ച ദേവന്മാർ, நாங்கள் வைத்து வழிபட்டதான தேவன்மார் ഞങ്ങളെ തകർത്തു കളഞ്ഞു. எங்களை தகர்த்தார்கள். എന്റെ ചെറിയ പ്രായത്തിൽ, என்னுடைய சிறு பிராயத்தில் അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, അരുവിക്കര என்று சொல்லுகிற இடத்திலே ഒരു ചെഷയർ ചിൽഡ്രൻസ് ഹോം ഉണ്ട്. ഒരു ചിൽഡ്രൻസ് ഹോം இருக்கிறது. ആ അനാഥശാലയിൽ എന്നെ കൊണ്ടെത്തിക്കുവാനിടയായി. അനാഥശാലയിലെ എന്നെ കൊണ്ട് എത്തിത്താർ. ഞാൻ എന്റെ സാക്ഷ്യമൊന്നും പൂർണ്ണമായി പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാൻ என்னுடைய சாட்சியை முழுமையாக சொல்வதற்கு எனக்கு நேரமில்லை. ഇത് ക്രൂശീകരണ ധ്യാന ചിന്തകളുടെ ദിവസമാണ്. ഇത് കുരിശിൻ സിലുവയെ പറ്റി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നേരം. ഇത് പാസ്റ്റർ യേശുദാസിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല. ഇത് പാസ്റ്റർ യേശുദാസെ കുറിച്ച് ചിന്തിക്കുന്ന നേരമല്ല. എന്നാൽ നമ്മൾ ചിന്തിച്ചു വന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ஆனால் நாம் சிந்தித்து வந்ததான കാര്യങ്ങളോട് കൂടെ ചേർന്ന് என்னுடைய ജീവിതത്തിൽ ചില കാര്യങ്ങളെ சொல்லுகிறேன். അനാഥശാലയിൽ ഞാൻ എത്തുന്നത് ഒരു CSI പള്ളിയിലുള്ള ഒരു നാട്ടേർ മുഖാന്തരമാണ്. അനാഥ ആലയത്തിലെ ഞാൻ പോവത് CSI ചർച്ചിനുடைய ഒരു നാട്ടേർ മുഖാന്തരമാണ്. എനിക്ക് എന്നെ എടുത്ത് പേരിട്ടത് ആ CSI പള്ളിയിലെ അച്ഛനായിരുന്നു. എന്നെ എടുത്ത് പേരിട്ടത് அந்த CSI ചർച്ചിനുடையதான അച്ഛൻ. എന്റെ അമ്മയോ അപ്പനോ പേരിട്ടിരുന്നു എങ്കിൽ എന്നെ ശിവനെന്നോ കാളിദാസനെന്നോ പേരിടുമായിരുന്നു. என்னுடைய அம்மா அப்பா எனக்கு பேரிட்டிருந்தால் சிவன் என்றோ காளிதாசன் என்றோ பேரிடுவார்கள். എന്നാൽ ആ CSI പള്ളിയിലുള്ള അച്ഛൻ എന്നെ എടുത്ത് യേശുദാസ് എന്ന് പേരിട്ടു. அந்த CSI പള്ളിയിനുடையதான അച്ഛൻ എന്നെ എടുത്ത് യേശുദാസ് என்று പേരിട്ടാர். എന്റെ സഹോദരങ്ങൾക്കെല്ലാം സരസം, രമാബായി ഇങ്ങനെയൊക്കെയാ പേരുള്ളത്. என்னுடைய സഹോദരങ്ങൾക്ക് സരസം, രമാബായി എന്ന പേരുകളുള്ളത്. എന്നാൽ അനാഥശാലയിൽ നിന്ന് കുഞ്ഞുനാളിലെ ഞാൻ ഇങ്ങനെ വാനം നോക്കി കരഞ്ഞു പുറത്തായി. அந்த அநாதசாலையிலிருந்து நான் வானத்தை நோக்கி கண்ணீர் வடித்து ஜெபித்து இந்த நாள் நான் புறத்து வந்தேன். സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുമെന്ന സങ്കീർത്തനത്തിലെ വാക്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പോ സംഗീതത്തിലെ ഒരു വചനം சொல்லுகிறது, രാത്രി വേളയിലെ என்னுடைய കണ്ണീരെ ദേവൻ കാൺപാർ. വൈകുന്നേരമാകുമ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി അമ്മാന്ന് കരയും. സായങ്കാലമാകുമ്പോൾ ഞാൻ വാനത്തെ പാർത്ത് അമ്മ എന്ന് ചൊല്ലി കരയും. ജീവിതത്തിലെല്ലാം തകർന്നു പോയി. ജീവിതമെല്ലാം മുടിந்து വിട്ടത്. ഞങ്ങളെല്ലാം ചിതറിപ്പോകുവാനിടയായി. ഞങ്ങളെല്ലാവരും ചിതറിപ്പോയി വിട്ടു. തലചായ്ക്കുവാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയായി. ഞങ്ങൾക്ക് കിടപ്പதற்கு ഒരു ഇടമില്ലാതെ. അങ്ങനെ കുഞ്ഞുകാലത്ത് തന്നെ അനാഥശാലയിൽ നിന്നും തിരിച്ചുവിട്ടു. அப்படி என்னை சிறு பிராயத்தில் அநாத இடத்திலிருந்து என்னை திரும்ப விட்டார். ഉദയംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. ഉദയംകുളങ്ങര എന്ന് சொல்லுகிறதான இடம் உங்கள் അനേകർക്ക് தெரியும். പാറശാലയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കാണ്. പാറശാലയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിൽ. അനാഥശാലയിൽ നിന്ന് വന്നിട്ടതിന് ശേഷമുള്ള എന്റെ കുഞ്ഞുനാളിലെ താവളം അതായിരുന്നു.
അനാഥശാലയിലിருந்து வெளியே வந்த பிறகு எங்களுடைய இடம் அந்த இடமாயிருந்தது. അവിടെ കൂടെയായിരുന്നു ഞാൻ ഭിക്ഷാടനം നടത്തിയിരുന്നത്. அந்த இடத்தில் கூടെயாகும் நாங்கள் ஜீவித்து வந்தது. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വീടുകളുടെ വാതിലുകൾ മുട്ടും. எங்கள் ஒருவேளை ஆகாரத்திற்கு வேண்டி வீடுகளுடைய வாതിലുகளை முட்டினோம். ഒരു വാതിലും ഞങ്ങൾക്ക് വേണ്ടി തുറക്കാറില്ല. ஒரு வாതിലുകളും எங்களுக்காக തുറക്കപ്പെടவில்லை. എച്ചിൽ പുറത്തു കൊണ്ടെറിയുമ്പോൾ നായ്ക്കൾ തിന്നുകളയും. എച്ചിലെ തൂക്കി വെളിയെ എറിയുമ്പോൾ നായ്കൾ തിന്നുപോടും. എന്നാൽ ആ നായ്ക്കളുടെ കൂടെ ഇരുന്ന് വാരി തിന്നുന്ന ഒരു അനുഭവമായിരുന്നു അക്കാലങ്ങൾ. ஆனால் നായ്കളോട് കൂടെ ചേർന്ന് സാപ്പിടുகிற ഒരു നേരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത്. நான் நெருக்கத்திலிருந்து விசாலதைக்கு கர்த்தர் கொண்டு வருகிற காரியத்தை குறித்து நான் சொல்லிக் கொண்டிருக்கிறேன். ഒരു വിളിക്കാത്ത ഒരു കല്യാണമോടെ ഉണ്ടായിരുന്നു. ഒരു കൂപ്പിടാതെ അழைക്കപ്പെടാതെ ഒരു കല്യാണം ഉണ്ടായി. അന്ന് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓലയാണ് നിലത്തിടുന്നത്. அந்த நாட்களிலே ஆகாரம் கொடுப்பதற்கு வேண்டி ஓலையை நிரத்தி போடுவார்கள். അങ്ങനെ ഈ ഓലയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ, அப்படி நான் ஓலையில் இருந்து ஆகாரம் சாப்பிடுவதற்கு வேண்டி இருக்கும்போது എനിക്ക് ഷർട്ടില്ല, எனக்கு சட்டை இல்லை, എനിക്കൊരു കീറിയൊരു നിക്കർ ഉണ്ടായിരുന്നു. எனக்கு കീറി പോനതാണ് ഒരു നിക്കർ ഈ ഉണ്ടായിരുന്നു. മൂക്കളെ ഇങ്ങനെ ഒഴുകി വന്നാൽ ഞാൻ ഇങ്ങനെ തേച്ച് വെക്കുമായിരുന്നു. മൂക്കളെ ഒളി വരുമ്പോൾ എന്നെ ഇടത് കൈ കൊണ്ട് ഞാൻ തേച്ച് വിടുവേൻ. തലയിൽ എണ്ണയില്ലായിരുന്നു. തലയിൽ എണ്ണയില്ലേ. വയറ് ഒട്ടിയ വയറായിരുന്നു. വയറ് ഒട്ടിപ്പോന വയറായിരുന്നത്. വിശപ്പ് കൊണ്ട് തകർന്ന അനുഭവത്തിലാണ് ഞാൻ അതിനകത്ത് കയറിയിരുന്നത്. പസിയിനാൽ തകർന്നു പോന അനുഭവത്തോടുകൂടെ അന്ത ഇടത്തിലെ പോയിരുന്നു. അതിന്റെ കൂടെ എന്റെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അതിലെ എന്റെ ഇടത്തോടുകൂടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ആരെങ്കിലും കഞ്ഞി തന്നാലും ഞങ്ങൾ ഒരുമിച്ച് കുടിക്കും. யாராவது கஞ்சி தந்தாலும் நாங்கள் சேர்ந்து குடிப்போம். എച്ചിൽ വാരി തിന്നാലും ഞങ്ങൾ ഒരുമിച്ച് തിന്നും. എച്ചിൽ വാരി തിന്നാലും നാങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ആഹാരം വിളമ്പി തുടങ്ങിയ സമയത്ത്, ആഹാരം സപ്ലൈ பண்ண തുടങ്ങുന്ന போது ഒരു തലക്കെട്ട് കെട്ടിയ ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നു. തലയിൽ ഒരു കെട്ടും കെട്ടി ഒരു മനുഷ്യൻ ഉള്ളിലേക്ക് കയറി വന്നാൽ അദ്ദേഹമാണ് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കി നടക്കുന്നത്. அந்த நபர் தான் அந்த இடத்தில் வந்திருக்கிற எல்லா நபர்களையும் பார்த்து நடப்பது. അന്ന് കല്യാണ വീട്ടിൽ ആദ്യം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ആഹാരം കൊടുക്കും. அந்த நாளிலே പുരുഷനുடைய വീട്ടിലിരുന്ന് വരുகிறவர்களுக்கு முதலாவது ആഹാരത്തെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പെൺ വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുക്കും. அதன் பிறகு பெண் വീട്ടിലുള്ളവർക്ക് ആഹാരത്തെ കൊടുക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിക്കാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചു കയറ്റിയിരുത്തി ആഹാരം കൊടുക്കും. എല്ലാം തീർന്ന പിറகு வெளியில் கூப்பிடாமல் அழைக்கப்படாமல் வந்து நிற்கிறவர்களை கூப்பிட்டு ஆகாரத்தை கொடுப்பார்கள். അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആർത്തിയോടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് ഞങ്ങളെ എണീപ്പിച്ചു വിട്ടു. நாங்கள் ஆகாரம் சாப்பிட வேண்டும் என்று சொல்லி வாஞ்சியோடு இருக்கும்போது அந்த மனிதர் எங்களை வந்து தட்டி எழுப்பி விட்டார். ഞങ്ങൾക്ക് സങ്കടമൊന്നും തോന്നിയില്ല. எங்களுக்கு வருத்தம் ஒன்றும் தோன்றவில்லை. ഇപ്പോ ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. இப்போது நாங்கள் அதை சிந்திக்கும் போது மனக்கவலை வருகிறது. അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി. அப்படி நாங்கள் அந்த இடத்தை விட்டு வெளியே வந்தோம். ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഇല ഒരു സ്ഥലത്ത് കൊണ്ടിടുകയാണ്. அந்த இடத்திலே ஆகாரத்தை சாப்பிட்டு விட்டு இலையை கொண்டு ஒரு இடத்திலே போடுகிறார்கள். ആ കാലങ്ങളിലുള്ള പട്ടികൾ, നായ്ക്കൾ, அந்த இடத்திலே வந்து சேருகிறதான നായ്ക്കൾ അന്ന് എല്ലാ വെജിറ്റബിൾ സാധനവും തിന്നുന്ന നായ്ക്കളായിരുന്നു. അന്നുള്ള നായ്കൾ എല്ലാ കായ്കറി വകകളും സാപ്പിടുകിற നായ്കളായിരുന്നു. പക്ഷെ ഇന്നുള്ള നായ്ക്കൾക്ക് പൊരിച്ച കോഴിയുടെ ഇറച്ചി വേണം. ஆனால் இப்போது உள்ள നായ്കൾക്ക് പൊരിച്ച ഇറച്ചി വേണം. കാരണം ഇന്ന് അങ്ങനെയാണ് നായ്ക്കളെ വളർത്തുന്നത്. இப்போது നായ്കളെ വളർത്തുவது அப்படி. കുഞ്ഞിനെ നടത്തിക്കൊണ്ടുപോകും, குழந்தையை நடத்தி கொண்டு போவார்கள். നായ്ക്കളെ തോളിൽ എടുത്തുകൊണ്ട് പോകും, നായ്களை தோளின் மேல் சுமந்து கொண்டு போவார்கள். കുഞ്ഞിനെ വലിച്ചെടച്ചുകൊണ്ട് പോകും, குழந்தையை വലിத்து இழுத்து கொண்டு போவார்கள். നായെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകും, നായെ ചേർത്ത് പിടിത്തു கொண்டு போவார்கள். അങ്ങനെ ഇന്ന് നായ്ക്കൾക്ക് ബഹുമാനം കൂടി. அப்படியாக இந்த நாளிலே നായ്களுக்குള്ളதான മര്യാദ കൂടി വരുகிறது. മനുഷ്യന് മര്യാദ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനുடைய മര്യാദ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നായ്ക്കൾ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. அந்த நாளிலே നായ്കൾ കായ്കറി വകകൾ എല്ലാം സാപ്പിടും എന്ന് சொன்னேன். നായ് കഴിക്കാത്ത ഒരു സാധനമുണ്ട്. ஆனால் നായ് സാപ്പിടാத ഒരു നിങ്ങൾക്കതറിയില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നന്നാக தெரியும். കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഇല കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം സാപ്പിട്ട പിറகு ഇലയെ കൊണ്ട് എറിഞ്ഞ പിറகு ആ പച്ച മാങ്ങ അച്ചാറ്, മാങ്ങയുടെ ഊറുകായ്, ആ പച്ചമാങ്ങ അച്ചാറ്, ഇതെല്ലാം കഴിച്ചതിന് ശേഷം ആ മാങ്ങയുടെ കഷ്ണം വെളുത്ത നിറത്തിൽ കിടക്കും. മാങ്ങയുടെ ഊറുകായുടെ കളറ് വെള്ള കളറാക നാരും തുമ്പുമാക ഇരിക്കും. കാരണം അതിന്റെ പുറത്തുള്ളതെല്ലാം നായ് നക്കിയെടുത്തു കഴിഞ്ഞിരിക്കും. നായ് അതിന്റെ പുറത്തുള്ളതെല്ലാം നക്കി തിന്നും. എന്റെ ചേച്ചി പെട്ടെന്ന് ആ കുഴിയിലോട്ട് ഇറങ്ങും. என்னுடைய சகோதரி திடீரென்று அந்த குழியின் உள்ளே இறங்குவார். ഞങ്ങളെ കൂടെ പിടിച്ചിറക്കും. எங்களை கூட அந்த குழியின் உள்ளே பிடித்திறக்குவார். എന്നിട്ട് ഈ മാങ്ങ ഈ എച്ചിൽ വാരി, பிறகு அந்த எச்சிலை எல்லாம் வாரி സ്വന്തമായിട്ട് വായിൽ വെക്കും. சொந்தமாக வாயில் வைத்து കുറച്ച് ഞങ്ങളുടെ വായിൽ വെച്ച്, കുറച്ച് எங்களுடைய வாயிலை வைத்து
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അങ്ങനെ ഒരു ഞെരുക്കത്തിന്റെ കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. அப்படியாக ஒரு நெருக்கத்தின் மத்தியில் ஜீவித்ததான நாட்கள் எங்களுடைய வாழ்க்கையிலே உண்டாயிருந்தது. ഇത് തിന്നുക മാത്രമല്ല, ഇത് എங்களுக்கு മാത്രമല്ല, അന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി ചിരട്ട കൊണ്ട് വെള്ളം കോരി കൈ കഴുകണം. அந்த நாளிலே ஆகாரம் சாப்பிட்ட பிறகு கை கழுவுவதற்கு சிரட்டை தான் போட்டிருப்பார்கள். അങ്ങനെ ചിരട്ട കൊണ്ട് ആ വെള്ളം കോരി ഞങ്ങൾ കുടിക്കുമായിരുന്നു. அந்த சிரட்டை எடுத்து நாங்கள் தண்ணீரை மொண்டு குடிப்போம். അങ്ങനെ ഞങ്ങളുടെ വിശപ്പടക്കുമായിരുന്നു. அப்படியாக எங்களுடைய பசியை தீர்த்தோம். തല ചായ്ക്കുവാൻ ഒരിടമില്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നുപോയി. தலை சாய்த்து படுப்பதற்கு ஒரு இடம் இல்லாமல் கூட எங்களுடைய ஜீவிதம் கடந்து എല്ലാം തകർന്ന് ഞെരുങ്ങിയ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതം. எல்லாம் நஷ்டப்பட்டு தகர்ந்து போன ஜீவிதமாயிருந்தது எங்களுடைய. 17ാമത്തെ വയസ്സിൽ എന്റെ യേശുവിനെ കാണുവാൻ കർത്താവ് എനിക്ക് ഒരു അവസരം നൽകി. 17ാമത്തെ വയതിലെ என் இயேசுவை காணும்படி கர்த்தர் எனக்கு கிருபை செய்தார். അന്ന് മുതൽ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ നന്നായി അനുഭവിച്ചു. அந்த நாள் முதல் கர்த்தருடைய அன்பை நான் ருசித்து சிநேகத்தை ருசித்து എന്റെ പപ്പയെ ഞാൻ അപ്പ എന്ന് വിളിച്ച് എനിക്ക് ഓർമ്മയില്ല. என்னுடைய பப்பையை நான் அப்பா என்று கூப்பிட்டு எனது ஞாபகம் இல்லை. യേശുവിനെ മാത്രം തന്നെ ഞാൻ പപ്പ എന്ന് വിളിച്ച് എനിക്ക് ഓർമ്മയില്ല. இயேசு கிறிஸ்துவை மட்டும்தான் நான் அப்பா என்று சொல்லி கூப்பிட்டு ഞങ്ങളുടെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റി. என்னுடைய நெருக்கங்களை கர்த்தர் மாற்றி போட்டார். യേശുവിനെ അറിഞ്ഞതു മുതൽ, இயேசு கிறிஸ்துவை அறிந்த முதல், യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചത് മുതൽ, இயேசுவின் நாமத்தை சொல்லி கூப்பிட்ட நாள் முதல் കർത്താവ് ഞങ്ങൾക്കൊരു വിശാലത നൽകുവാനിടയായി. கர்த்தர் எங்களுக்கு ஒரு விசாலதையை உண்டு பண்ணினார். ഇന്ന് ഈ മൊഴിയെടുക്കുന്ന ഈ സഹോദരൻ ഞങ്ങളുടെ ചർച്ചിലെ ബിലീവറാണ്. இப்போது டிரான்ஸ்லேஷன் செய்கிறதான சகோதரன் என்னுடைய சபையிலே விசுவாசி. ഇവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്നത് എന്റെ മക്കളാണ്. இங்கே பாடிக்கொண்டிருந்தது என்னுடைய மக்கள். അത് ഈ 3 മക്കളെ കർത്താവ് തന്നു. 2 മക്കളും ഒരു നിജപുത്രനും. 2 மக்களும் ஒரு நிஜபுத்திரன். ഹല്ലേലൂയ. ഒരു തീമോത്തിയോസിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ஒரு தீமோத்தேயுவை போல ஒருவனை கூட கர்த்தர் எங்களுக்கு தந்திருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 3 പേരും കർത്താവിന്റെ വേലക്കാരാണ്. இந்த 3 பேரும் கர்த்தருடைய ஊழியக்காரர்கள். മൂത്ത മകൻ LLB പഠനം കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. மூத்த மகன் LLB படித்து முடித்துவிட்டு பைபிள் காலேஜ் படித்துக் கொண்டிருக்கிறார். രണ്ടാമത്തെ മകൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടിയിരിക്കുന്നു. இரண்டாமத்த மகன் பிடெக் கம்ப்ளீட் செய்து கழிந்தது. ஆனால் இனி பைபிள் காலேஜ் போக இருக்கிறார். കംപ്ലീറ്റ് ചെയ്ത ശേഷം ബൈബിൾ കോളേജിൽ പോകാനിരിക്കുന്നു. கம்ப்ளீட் செய்த பிறகு பைபிள் காலேஜ் போக இருக்கிறார். ഞാൻ പറഞ്ഞ നിജപുത്രൻ, நான் சொன்னதான வளர்த்து மகன் ഈ വർഷം ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. இந்த வருடம் பைபிள் காலேஜ் போவதற்கு வேண்டி காத்திருக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. ഞങ്ങൾ കുടുംബമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. இந்த ராத்திரிவேளை நாங்கள் குடும்பமாய் கர்த்தருடைய சமூகத்தில் ഞങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, எங்களுக்கு அதிகாரத்தோடு கூட சொல்ல முடியும், നമ്മുടെ ദൈവം ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവമാണ്. நம்முடைய தேவன் நெருக்கங்களை மாற்றுகிறதான தேவன். പ്രിയ സഹോദര, നീ മരിക്കണ്ട. பிரிய சகோதரனே, நீ மரித்து போக வேண்டாம். പ്രിയ സഹോദരിയെ, നീ നിരാശപ്പെടണ്ട. அருமையான சகோதரியே, நீ வருத்தப்பட வேண்டாம். എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞത് മതി. என்னை யாருக்கும் வேண்டா என்று சொல்லி நீ அழுதது போதும். എന്നോട് ആരും കരുണ കാണിക്കുന്നില്ല എന്ന് നിരാശപ്പെട്ടത് മതി. என்னோடு கூட யாரும் கருணை காட்டவில்லை என்று சொல்லி நீ மனவேதனைப்பட்டது போதும். ഇന്ന് രാത്രി നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. இந்த ராத்திரி வேளையிலே உன்னோடு கூட இரக்கம் பாராட்டுகிற தேவன் ஒருவர் இருக்கிறார். അവൻ നിനക്ക് വിശാലത നൽകുന്ന ദൈവമാണ്. அவர் உனக்கு விசாலதையை கொடுப்பார். നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ. என்னுடைய சமயம் தீர்ந்து போனது. ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. என்னுடைய வார்த்தைகளை நான் முடிக்கிறேன். ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുവാനുള്ള സമയം നമ്മുടെ മുമ്പിൽ പോരല്ലോ. நாங்கள் நினைத்தது போல எல்லா காரியங்களையும் பேச முடியவில்லை. ഇന്ന് രാത്രി വേള ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി വേളയിലെ കർത്തരുടെ വല്ലമയും നമ്മളിലെ വെളിപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. എത്ര പേർ ഇന്ന് രാത്രി യേശുദാസ് പാസ്റ്ററിന് വിശാലത കൊടുത്ത ദൈവം എനിക്ക് വിശാലത തരുമെന്ന്? இந்த ராத்திரி வேளையிலே எத்தனை பேர் நீங்கள் சொல்ல முடியும், യേശുദാസ് பாஸ்டருக்கு விசாலதையை கொடுத்த கர்த்தர் என்னுடைய வாழ்க்கையிலேயும் விசாலதையை தருவார் என்று சொல்லி? ഇന്ന് രാത്രി ആ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. இந்த ராத்திரி வேளையிலே அந்த கர்த்தருடைய முகத்தை நோக்கி பார்ப்போம். എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. எல்லாവരും கர்த்தருடைய சமூகத்திலே எழும்பி நிற்போம். ഹല്ലേലൂയ. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. கர்த்தருடைய நாமத்தை சொல்லி கூப்பிடுற யாவரும் ரட்சிக்கப்படும். യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടും. கர்த்தருடைய நாமத்தை சொல்லி கூப்பிடுற ഇന്ന് രാത്രി ഏതൊരു പാപിയെയും അവൻ രക്ഷിക്കുന്നു. இந்த ராத்திரி வேளையிலே எந்த பாவியாக இருந்தாலும் கர்த்தர் அவனை ரட்சிக்கும். ഏത് രോഗിയെയും കർത്താവ് സൗഖ്യമാക്കുന്നു. எல்லா வியாதிகளையும் கர்த்தர் இந்த நாடுத்த வேளையிலே மாற்ற விரும்புகிறார். ഇന്ന് രാത്രി അത്ഭുതങ്ങളെ കർത്താവ് இந்த ചെയ്യുന്നു. ராத்திரி வேளையிலே கர்த்தர் அற்புதங்களை செய்வார். ഇന്നത്തെ ചിന്ത വിളിച്ചപേക്ഷിക്കുക എന്നാണ്. இந்த ராத்திரி வேளையிலே நாம் கொண்டு வந்ததான விஷயம், கர்த்தரை நோக்கி கூப்பிடுங்கள். വായി തുറന്ന് കൂപ്പിടുங்கள். இதை சத்தத்தை உயர்த்தி கூப்பிடுங்கள். വായി തിറന്ന് കൂപ്പിടുங்கள். வாயை திறந்து கர்த்தரை യേശു
ஏசப்பான்னு கூப்பிடுங்கள். ஏசப்பா என்று சொல்லி ஏசப்பான்னு கூப்பிடுங்கள். ஏசப்பா என்று சொல்லி வாயை திறந்து கூப்பிடுங்கள். வாயை திறந்து சத்தத்தை ஏசப்பா, 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 ஏசப்பா. ஹல்லேலூயா. ஜெபிக்க வைக்கும் எங்கள் ஜெப வீரரே, துதிக்க தூண்டும் துணையாளோரே. ஜெபிக்க வைக்கும் எங்கள் ஜெப வீரரே, துதிக்க தூண்டும் துணையாளோரே. சாத்தானின் சகல தந்திரங்களே தகர்த்தெறிய வாருமையா. சாத்தானின் சகல தந்திரங்களே தகர்த்தெறிய வாருமையா. ஆட்கொண்டு எங்களை அனலாக்கோ, ஆட்கொண்டு எங்களை அனலாக்கோ. ஓ அன்பினால் இன்று அலங்கரியோ, அன்பினால் இன்று அலங்கரியோ. ஆவியான எங்கள் அன்பு தெய்வமே, அடியோரே ஆட்கொண்டு நடத்துமே. ஆவியான எங்கள் அன்பு தெய்வமே, அடியோரே ஆட்கொண்டு நடத்துமே. பலனில்லாத நேரங்களில் உதவிடும் துணையாளோரே, பலனில்லாத நேரங்களில் சரீரங்களின் தீய செயல்களையே தகர்த்தெறிய வாருமையா. சரீரங்களின் தீய செயல்களையே சாகடிக்க வாருமையா. ஆட்கொண்டு எங்களை அனலாக்கோ, ஆட்கொண்டு எங்களை glory 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 அலங்கரியோ. பிதாலிந்து அலங்கரியோ. ஆவியான எங்கள் அன்பு தெய்வமே, அடியோரே ஆட்கொண்டு நடத்துமே. ஆவியான எங்கள் அன்பு தெய்வமே, அடியோரே ஆட்கொண்டு